എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദയവായി എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട് ഉറക്കെ പറയണം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിയാം. ഉറക്കെ പറഞ്ഞാട്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഒന്നുകൂടെ പറഞ്ഞേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. അപ്പോൾ ഇവിടെ കാലം തികഞ്ഞു എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവോടുകൂടി ആരംഭിച്ച കാലം, കൃപാകാല യുഗത്തെക്കുറിച്ചാണ്. അന്ത്യകാലം എന്നറിയപ്പെടുന്ന കൃപായുഗം, സഭായുഗം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവരോട് ഒരുമിച്ച് നിന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. 2-ാം അധ്യായത്തിലുണ്ട്. യോവേൽ പ്രവാചകൻ്റെ ഉദ്ധരണികളെ ഉദ്ധരിക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സർവ്വജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ അന്ത്യകാലം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാമത് അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നൊരു വാക്യമുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ. ഇപ്പോൾ കാലത്തിൻ്റെ സമ്പൂർണതയിൽ ക്രിസ്തുയേശു ദൈവത്താൽ ജഡാവതാരം എടുക്കുകയാണ്. മനുഷ്യാവതാരമെടുത്ത ക്രിസ്തു തൻ്റെ പാപപരിഹാര യാഗത്തിലൂടെ ആരംഭിച്ച കൃപായുഗത്തെക്കുറിച്ചാണ് അവിടെ പറയുക. കാലം തികഞ്ഞു, കാലം തികഞ്ഞു. ഈ ഒരു കാലഘട്ടം കൃപാകാലഘട്ടമാണ്. അത് കർത്താവിൻ്റെ 2-ാം വരവോടുകൂടെ മേഘപ്രത്യക്ഷതയോടുകൂടി അവസാനിക്കപ്പെടുന്ന കാലമാണ്. അതുവരെ കൃപയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. അതിലേക്കുള്ള ക്ഷണമാണ് ഈ യോഗങ്ങളൊക്കെ നടത്തുന്നത്. നാം പാടുന്നൊരു പാട്ടുണ്ട്, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിയിടുന്ന യോനയെപ്പോലുള്ളവരെ എത്ര നാൾ ഉറങ്ങിയിടുമോ, കർത്താവ് ഇപ്പോൾ വന്നിടും. അപ്പോൾ ഈ കാലം തികഞ്ഞു. 2, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ പ്രസക്തമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ആയിരുന്നെങ്കിൽ എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. അപ്പോൾ ഐഹികമല്ലാത്ത രാജ്യം എന്താണ്? മറ്റ് രാജ്യങ്ങളും ദൈവരാജ്യം തമ്മിലുള്ള വ്യത്യാസം. യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുക. ചോദ്യത്തിന് ക്രിസ്തു പറഞ്ഞ ഉത്തരവുണ്ട്. രാജ്യം സ്ഥാപിക്കാൻ വന്നെങ്കിൽ അത് റോമാക്കാർക്ക് എതിരാകും. കാരണം ഇവിടെയുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും അതിരുകളുണ്ട്, ഇല്ലേ? എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ട്? അതിരുകളുണ്ട്. എല്ലാ സംസ്ഥാനത്തേക്കും അതിർത്തികളുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും അതിരുകൾ കാക്കാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. എന്നാലോ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ടാക്സിലെ എത്ര മോചച്ചങ്കം ഭൂരിപക്ഷവും പോകുന്നത് ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ്. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈസിയായിരുന്നു. ഇവിടെ ചേരികൾ കാണത്തില്ലായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കപ്പെടുന്നത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും പ്രതിരോധ സംവിധാനത്തിനും വേണ്ടിയാണ്. എന്താണ്? അതിരുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും അതിരുകളിലാണ്. അതിരുകളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ് രാജ്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതിരുകൾ എൻക്രോച്ച് ചെയ്താൽ അതിനിപ്പുറത്തോട്ട് വന്ന പ്രശ്നങ്ങൾ, പാകിസ്ഥാൻ ഇങ്ങോട്ട് കയറിയ പ്രശ്നം, നമ്മൾ അങ്ങോട്ട് കയറിയ പ്രശ്നം, എന്താണ്? അതിൻ്റെ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ച രാജ്യത്തിന് എന്തില്ല? അതിരുകളില്ലാത്ത രാജ്യമാണ്. എല്ലായിടത്തും ഈ പ്രശ്നം. അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം എന്താ? പലപ്പോഴും പ്രശ്നമാണ്. വഴി വെട്ടുന്നു, അതിര് മാറ്റുന്നു, പ്രശ്നമാണ്. അല്ല, ചോദിച്ചോട്ടെ, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം എന്നാ? അമ്മായിമ്മയും മരുമകളുമുള്ള പ്രശ്നം എന്നാ? അതിനാണ്. ഇന്നലെ വരെ അടുക്കള അമ്മച്ചിയുടെ കയ്യിലായിരുന്നു. സർവാധിപത്യമായിട്ട് അമ്മച്ചി അടക്കി ഭരിച്ച അടുക്കളയിലോട്ട് ആര് കയറുന്നു? മരുമകൾ കയറുന്നു. ആർക്ക് പ്രശ്നമായി? അമ്മച്ചിക്ക് പ്രശ്നമായി, അല്ലേ? മരുമകൾ പറഞ്ഞു, ഞാൻ ഇനി നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് പ്രശ്നം. ഇന്നലെ വരെ മോൻ രാവിലെ വന്നപ്പോൾ അമ്മ കാപ്പിന്ന് പറഞ്ഞത് ഇപ്പം എടി കാപ്പിന്നായപ്പം അമ്മച്ചിക്ക് പ്രശ്നം. അമ്മായിമ്മയുടെ അതിരിനകത്ത് ആര് കയറി? മകൾ കയറി. പ്രശ്നമായില്ലേ? പ്രശ്നമായി. എവിടുന്നോ വന്നൊരു കുടിച്ച് കാവാലി നായ നമ്മുടെ വീട്ടിൽ വന്നു. നമ്മൾ ഇച്ചിരി ഭക്ഷണം കൊടുത്തു, നമ്മുടേതായി. ആ കുടിച്ചുപട്ടി ആ വാക്ക് ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും ആ കുടിച്ചുപട്ടി നമ്മുടെ വീട്ടിൽ നിൽക്കുക. വേറൊരു പട്ടി വന്നാലോ ഇവന് ഒറ്റ നിപ്പുണ്ടോ? ആ നിപ്പ് കണ്ടിട്ടുണ്ടോ? വന്നവൻ ആരാ? അവൻ പിറ്റ്ബുള്ളാണ്. വലിയ വൺ മാസ്റ്റർ ഡോഗാണ്. പക്ഷേ അവൻ വിരളും ഇവൻ്റെ ഒരു നിപ്പ് കാണുമ്പോൾ. എന്താ കാര്യം എന്നറിയാമോ?
ഈ വന്ന നായ മൂത്രമൊഴിച്ച് ഒരതിരുണ്ടാക്കും അതിന് ചുറ്റും. അങ്ങനെയാണ്. ആ അതിനിപ്പുറത്തോട്ട് വേറൊരു നായി വന്നാൽ ഇവനൊരു നിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ നിപ്പ്? അമ്പ പേടിച്ചു പോവും, വെരുണ്ടു പോവും. നമ്മൾ ഒരു മൂളും, ഒരു കൊലയും. അപ്പോൾ മറ്റവൻ ഓടിക്കളയും. അതിനെ നമ്മൾ വിളിക്കും തിണ്ണമെടുക്ക് കാണിക്കുക എന്ന് പറയും. സത്യമാണ്, തിണ്ണമെടുക്കുക. കാരണം അവൻ്റെ അതിരിനകത്ത് അവന് തിണ്ണമെടുക്കുന്നുണ്ട്. അപ്പോൾ സകല രാജ്യങ്ങളും ഇവിടെ അതിരിലാണ്. എന്നാൽ എൻ്റെ ദൈവം സ്ഥാപിച്ച രാജ്യം ഭൂമിയിലെ അതിരുകളിലല്ല. അതിരുകളില്ലാത്ത സ്നേഹ സാമ്രാജ്യം മനുഷ്യൻ്റെ മനസ്സുകളിൽ സ്ഥാപിച്ച ക്രിസ്തു. മനുഷ്യൻ്റെ മനസ്സിനകത്താണ് ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യത്തിൻ്റെ അതുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. ഇനി ദൈവരാജ്യം എന്താണ് എന്തല്ല എന്ന് വായിക്കാം. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 17 തിരുവചനം. റോമാലേഖനം 14:17. റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. താങ്ക് യു മോളെ. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അങ്ങനെ പറയുമ്പോൾ അതിന് മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ ഒരു ആകെപ്പാടെയുള്ള ഒരു ലോകത്തെ ഒന്ന് എടുത്താൽ മൊത്തത്തിൽ മനുഷ്യൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമാണ് എന്ന് കാണാൻ കഴിയും, അല്ലേ? അതുകൊണ്ടാണ് ലൂക്കോസിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മദ്യപാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഉപജീവന ചിന്തയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിഭക്ഷണവും മദ്യപാനവും ഉപജീവന ചിന്തയാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ലൂക്കോസ് ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലോകരാജ്യത്തിൻ്റെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് ഭക്ഷണമാണെന്ന് കാണാൻ കഴിയും. ഭക്ഷണവും പാനീയവുമാണ്, അല്ലെങ്കിൽ തീറ്റയും കുടിയുമാണ്. ഇന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു ട്രെൻഡ് നമുക്ക് അറിയാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ശരിയാണെന്ന് പറയണം. ലോകത്ത് ഇസ്ലാം ആകട്ടെ, നായരാകട്ടെ, ഈഴവരാകട്ടെ, മറ്റാരുമാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ബുദ്ധിസ്റ്റ് ആകട്ടെ, ജൈനിസ്റ്റ് ആകട്ടെ, കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ, കോൺഗ്രസ്സുകാരനാകട്ടെ, ചത്ത ശവമല്ലേ? ചത്താൽ ആരാ? ശവമ. അല്ലെങ്കിൽ മയ്യത്തായാലും മരിച്ചു പോയാലും നിര്യാതനായാലും ആളാരാ? ശവമാണ്. പക്ഷെ നമ്മുടെ കോഴി ചത്താലോ? കോഴി ചത്താൽ ശവമല്ല, കോഴി പൊട്ടിത്തെറിച്ചത്, കോഴി പിരിപ്പിരി, ചെട്ടിനാട്, വറത്തരച്ചത്. പറ മക്കളെ 10 പേര്. കുഴി മന്തി, നരകത്തിലെ കോഴി, 65. പാവത്തിന് അതൊക്കെ അറിയത്തുള്ളൂ. അതൊക്കെ 65 പറഞ്ഞോ കുറേ. KFC, ചിക്കിങ്, കണ്ടപ്പോൾ ഇങ്ങനെ വരികയാണ് പനകൾ. ഇഷ്ടമൊക്കെ പറയുന്നത് ഇന്നെന്താ ബട്ടർ ചിക്കന്, ചിക്കൻ കടായി, ഇല്ലേ? ഇനി പറ മക്കളെ പേര്. ഷവർമ്മ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ, മേടിച്ചു കൊടുത്തേക്കണം അമ്മ. ഷവർമ്മ, അങ്ങനെ ഒരു 100,000 പേരായി. ഇതെല്ലാം കഴിക്കാൻ ആരുണ്ട്? ആളുമുണ്ട്, അല്ലേ? അതിനുവേണ്ടി എവിടെല്ലാം പോകുമെന്നറിയാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങ് പോവാണ്. ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, കോട്ടയംകാരനൊരു സുഹൃത്ത്, തെങ്കാശി കൂടെ വരുമ്പം കോട്ടയത്തെ 2 പിള്ളേർ തെങ്കാശി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ പിള്ളേരെ കണ്ടുകൊണ്ട് പുള്ളി പെട്ടെന്ന് കാറ് നിർത്തി ചോദിച്ചു, എന്നാടെ മക്കളെ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ നല്ല പൊറോട്ടയും നാടൻ ചിക്കൻ പരട്ടും കിട്ടുമെന്ന്. അതിന് കോട്ടയത്തുനിന്ന് തെങ്കാശി പോയേക്കാം. കോട്ടയത്തുനിന്ന് എത്ര കിലോമീറ്റർ ഓടിച്ചാൽ പോയി എവിടെയെങ്കിലും ഫുഡെന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോകും. അതിന് കുറേ വ്ളോഗർമാരുമുണ്ട്. ഇവരെല്ലാം ഇതിനെ അങ്ങ് ഇതാടും. അപ്പം കുറേ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ മത്തി വറക്കാൻ പോകുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലുമുണ്ട്. തുറന്നാൽ മൊത്തം എന്താണ്? എൻ്റെ ടുഡേ സ്പെഷ്യൽ മത്തി വറുത്തത്. ഇതൊക്കെ നമ്മുടെ അമ്മച്ചി വെച്ച സാധനമാണ്. പക്ഷേ പുള്ളിക്കാരത്തി അതിന് 2 ഇംഗ്ലീഷും 2 മസാലയൊക്കെ ഇട്ട് എന്ന് പറയുമ്പോഴത്തേന് പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് മനുഷ്യൻ. കഴിപ്പും കുടിയുമാണ്, അല്ലേ? ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ ചേച്ചിയൊക്കെ? എല്ലാവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അമർത്തണം. മനസ്സിലായില്ലേ? അപ്പം ഇത് ഭക്ഷണത്തിൻ്റെ ലോകമാണ്. 1 ഭക്ഷണം, 2 പാനീയമാണ്. പാനീയം ഭക്ഷണം മാത്രമല്ല, കുടിയാണ്. മദ്യപാനം വല്ലാതെ കൂടുകയാണ്.
മദ്യപാനവും ഭക്ഷണവും എല്ലാം തന്നെ ഒരു പരിധി വരെ മനുഷ്യന് ഇങ്ങനെ സുഖാന്വേഷണികളായിട്ട് മാറുകയാണ്. പനിയും അത് തന്നെയാണ്, അതും ഇതുപോലെ പോകുകയാണ്. എവിടെല്ലാം പോകുക, ആ കടയിലെ ജ്യൂസ് കുടിക്കാൻ പോകുന്നു, പിന്നെ അവിടെ കരിക്കിൻ ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നു. ഷെയ്ക്ക് 10 പേര് പറഞ്ഞു, എന്തെല്ലാം ഷെയ്ക്കാണ് ഇഷ്ടമുള്ളത്. കൊച്ച് പാവം കൊച്ച് കേട്ടാ, അതിനെ ഒന്ന് കൊണ്ടുപോയി നല്ല ഷേക്കൊക്കെ മേടിച്ച് കൊടുക്കണേ. അത് ഇഷ്ടമുള്ള കൊച്ചാണ്, ഏതായാലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള കൊച്ചാണ്. മനസ്സിലായി, സന്തോഷം കാണുമ്പോൾ അറിയാം കുഞ്ഞെ നിൻ്റെ നല്ല കൊച്ചല്ലേ. അപ്പം എന്തുമാത്രം ഷെയ്ക്ക് അത് ഇത് അച്ചായനും പോകും, എന്താണ് ഷുഗർ ഉണ്ടേലും പോകും, സാരമില്ലെന്ന് പറയും അല്ലേ. ഇവരെല്ലാം പോവുകയാണ്. അപ്പോൾ അങ്ങനെ തീറ്റയും കുടിയുമായിട്ട് നമ്മുടെ ഇങ്ങനെ ലോകം പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം എന്തല്ല ഭക്ഷണവും പാനീയമല്ല. വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, കഴിക്കുന്നത് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടരുന്നുള്ള. കാരണം ഈ കഴിക്കാത്തവൻ കൊതിക്കും, ചുമ്മാ എല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് എന്തോ ഇടരുത്, വല്ല ഈ പിന്നെ കാറ്ററിംഗുകാരൊക്കെ ഇട്ടോട്ടെ, അത് അവരും കൊണ്ട് ജീവിക്കുന്ന. നമ്മൾ 2 പേര് ഹോട്ടലിൽ പോയിട്ട് വി ആർ എൻജോയിങ് എന്നൊന്നും പറഞ്ഞ് ഇടരുത്, ദോഷം കേട്ടോ. കാരണം ഈ ഭക്ഷണം കഴിക്കാത്തവർ ഇപ്പോഴും ഉണ്ട് ഇല്ലേ, ഭക്ഷണം ബുദ്ധിമുട്ടുള്ളവരില്ലേ, അവർ ഉള്ളുരുകി മനസ്സുകൊണ്ട് ശപിക്കാൻ ഇടയാകാതിരിക്കാൻ ഏറ്റവും നല്ലത് കഴിച്ചോ, പക്ഷേ എവിടെ ഇടരുത്, സോഷ്യൽ മീഡിയ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ശരിയല്ലേ? എന്തിനാണ് നമ്മളെ കാണിക്കുക, അത് നമ്മുടെ ഒരു പ്രൈവറ്റ് മൊമെൻറ്റ്സ് അല്ലേ, അത് കാണിക്കാതിരിക്കുകയാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ അതുകൊണ്ട് ഉപജീവിക്കുന്നവരുണ്ടെങ്കിൽ അതവരിടട്ടെ, അതവരുടെ ബിസിനസ്സിൻ്റെ ഭാഗം. എന്നാലും ഈ ഭക്ഷണവും പാനീയവും അല്ല, 3 കാര്യങ്ങളാണ് പറയുക ദൈവരാജ്യം എന്താണ് എന്തല്ല. കാരണം ഇന്നത്തെ ലോകത്തിൻ്റെ ട്രെൻഡ് ഇത്രയേ ഉള്ളൂ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടമാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നാളെ എന്ത് ചെയ്യുമല്ലോ, ചാകുമല്ലോ. ലക്ഷ്യബോധമില്ലാതെ മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടം. അത് കുറേ നാൾ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ അത് കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഡയറ്റ് എടുക്കുന്നു, പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, അതെന്താ 16 മണിക്കൂർ കഴിക്കാതിരിക്കുന്നു, പിന്നെ അതിൻ്റെ കേട് തീർത്തു കഴിക്കുന്നു. പിന്നെ അങ്ങ് ഡയറ്റാണ്, ചിലർ കീറ്റോ ഡയറ്റാണ്, ചിലർ ആ ഡയറ്റാണ്, ഷുഗർ കട്ടാണ്. എൻ്റെ കൂടെ ഉള്ളൊരു പാസ്റ്റുണ്ട്, കൊച്ചു ചെറുക്കന ഷുഗർ കട്ടാണ്, വയറിച്ചിരി ചാടി വരുന്നതുകൊണ്ട് ഷുഗർ കട്ടാണ്. അങ്ങനെ ഭയങ്കര എല്ലാം ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഇതൊന്നും അല്ല. 3 കാര്യങ്ങൾ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, റോമർ 5:1 നല്ലപോലെ വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് എന്തുണ്ട്? സമാധാനം. ഒന്ന് നീതീകരണമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. ഒന്ന് എന്താണ്? നീതി. ദൈവമാണ് നീതീകരിക്കുന്നത്. 2 നീതിയും സമാധാനവും. എല്ലാവരും വാക്കൊന്ന് പറഞ്ഞ്, നീതിയും സമാധാനവും. സമാധാനം എന്ന് പറയുന്നത് മനുഷ്യർ ദൈവത്തോടുള്ള സമാധാനമാണ് ഒന്നാമത്തെ കാര്യം. കാരണം ദൈവവും മനുഷ്യനുമായിട്ട് അബ്സല്യൂട്ട് ഹാർമണി പോയൊരു കാലമുണ്ട്. ഒന്നിച്ച് ദൈവം മൊത്തം നടന്നു. ആദം ഹവ്വ ദമ്പതികൾ നിഷ്പാപ യുഗത്തിൽ ആരോടൊപ്പം നടന്നു? ദൈവത്തോടൊപ്പം നടന്നു. എന്നും ദൈവം തോട്ടത്തിൽ വരുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ ഇവർ പോയി പാത്തിരിക്കുകയാണ്. പാത്തിരുന്നപ്പം ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നരാണ്. എന്തുണ്ടാക്കി അവർ? അത്യല കൊണ്ട് എന്തുണ്ടാക്കി? അരയാടയുണ്ട്. അപ്പം ലോകത്ത് ആദ്യം അവരുണ്ടാക്കിയത് തയ്യലാണ് പഠിച്ചത്. സൂചിയും നൂലും കണ്ടുപിടിച്ചു. അങ്ങനെ സൂചിയും നൂലും ആണോ കമ്പ് കൊണ്ടാണോ ഏതായാലും എന്തുണ്ടാക്കി? ഒരു ഉടുപ്പുണ്ടാക്കി അല്ലേ? ഇന്ന് അതൊരു നല്ല വരുമാനമാണ്. ഇന്നത് വേറൊരു രീതിയിലാണ്, ഭയങ്കര ഡിസൈനിങ് ഒക്കെയാണ്, എന്തോ അതൊരു ട്രെൻഡാണ്. ഏതായാലും ഉടുപ്പുണ്ടാക്കി നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ ഭയപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. പാപമാണ് അവിടെ നടന്നത്. എന്താണ് പാപം? ദൈവം അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ വൃക്ഷത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലമുണ്ട്. അതിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ എന്തായി മാറും? നിങ്ങൾ മരിക്കും നിശ്ചയം. സാത്താൻ വന്ന് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ ആരെപ്പോലെ ആകും? ദൈവത്തെ പോലാകുമെന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ച ഒരു കാര്യം,
തിന്മ നന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആത്മമണ്ഡലം മരിക്കും, ആത്മാവ് മരിക്കുകയും നമ്മുടെ ദേഹീമണ്ഡലം സജീവമാകുകയും ചെയ്യും. പിന്നെ നമ്മൾ എന്തിനേയും ചിന്തിക്കുന്നത് നമ്മളിലൂടെയാണ്, ആരിലൂടെ അല്ല, ദൈവത്തിലൂടെ അല്ല. അതുകൊണ്ടാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. അപ്പം ആത്മാവ് മരിക്കുകയാണ്. ആ ആത്മാവ് മരണപ്പെട്ടതാണ്. നമ്മൾ പിന്നെ ദേഹിയിലൂടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഒരു കുഞ്ഞ് വളർന്നു എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജ്, അമ്മയുടെ മാറാണ്. പിന്നെ കുഞ്ഞ് തന്നെ പാല് കുടിക്കാൻ തുടങ്ങുന്നു, തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങുന്നു. അതൊക്കെ ഒരു കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. ആദ്യമൊക്കെ തന്നെ ചെയ്യുന്ന കുഞ്ഞ്, അല്ല അമ്മയുടെ പരസഹായത്തിൽ ചെയ്യുന്ന കുഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ ചെയ്യാൻ തുടങ്ങുന്നു, പിന്നെ തന്നെ നടക്കാൻ തുടങ്ങുന്നു. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും കുഞ്ഞ് അമ്മയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകുക. പിന്നെ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകാൻ കുറച്ചുകൂടെ വളരുമ്പം തന്നെ കുളിക്കുന്നു, തന്നെ ഡ്രസ്സ് ഇടുന്നു, തന്നെ ഷൂ കെട്ടുന്നു, സോക്സ് ഇടുന്നു, പുസ്തകം അടുക്കി വെക്കുന്നു. അമ്മയ്ക്ക് സന്തോഷമായി, കൊച്ചെന്തായി? സ്വതന്ത്രനായി. അതൊരു കുഞ്ഞിൻ്റെ വളർച്ചയാണ്, അവൻ്റെ ഒരു ഫിസിക്കൽ ഗ്രോത്താണ്. എന്നാൽ സ്പിരിച്വൽ ഗ്രോത്ത് ഇതല്ല. ദൈവത്തെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഒരു കുഞ്ഞു സ്വതന്ത്രനാകുന്നതാണ് അവൻ്റെ വളർച്ച, ഫിസിക്കൽ ഗ്രോത്ത് എങ്കിൽ. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്വതന്ത്രനാകുന്ന അല്ല, ദൈവത്തോട് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആകുന്നതാണ്. എന്തിനും ഏതിനും ദൈവത്തെ ആശ്രയം വേണ്ടി വരുന്നതാണ്. അപ്പം സ്പിരിച്വൽ ഗ്രോത്ത് ഇൻഡിപെൻഡൻസ് ആണോ? സത്യത്തിൽ ഡിപ്പെൻഡൻസ് ആണോ? ഡിപ്പെൻഡൻ്റാണ്. പക്ഷേ അവരുടെ മനസ്സിലേക്ക് അവരുടെ ദേഹിയുടെ നിയന്ത്രണത്തിലേക്ക് മാറുകയാണ്. അതോടുകൂടി മരണം സംഭവിച്ചു, പാപം സംഭവിച്ചു. ദൈവം തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. പാപം മൂലം അവരുടെ സമാധാനം പോയി. ഈ പാപം സമാധാനം കഴിഞ്ഞപ്പോഴാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. വചനം പറയുന്നു, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ എന്ത് ലഭിക്കും? കരുണ ലഭിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്തയാഗത്തിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞവും പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർമ്മലവും നിർദ്ദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. അപ്പോൾ ആ രക്തത്താൽ നാം കഴുകപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പം സമാധാനം എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവത്തോട് സമാധാനം. ഈ ദൈവത്തോട് സമാധാനം ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾ കഴിയപ്പെട്ട് ക്രിസ്തു ദൈവപുത്രനായ യേശുക്രിസ്തു മൂലം, ക്രിസ്തുവിനെ നമ്മൾ ഹൃദയം കൊടുക്കുമ്പോൾ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടുണ്ടാകുന്ന സമാധാനം മൂലമാണ് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുക. ഈ സമാധാനം അടിയന്തരമായി നമുക്ക് ആവശ്യമുണ്ട്. അത് ലഭിക്കുമ്പോഴാണ് നമുക്ക് നമ്മിൽ സമാധാനം ഉണ്ടാകുന്നത്. ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ തന്നിൽ എന്തില്ല? സമാധാനം ഇല്ല. തന്നിൽ സമാധാനം ഇല്ലാത്ത മനുഷ്യരാണ് ഭൂരിപക്ഷം. അവർ അസ്വസ്ഥരാണ്, ഭയങ്കര അസ്വസ്ഥരാണ്. ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയാം. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏത് സിഗ്നൽ കണ്ടാൽ വണ്ടി കയറിപ്പോകാം? ഗ്രീൻ കണ്ടാൽ കയറിപ്പോകാം. മഞ്ഞ കണ്ടാലോ പോകണം, പക്ഷേ സൂക്ഷിക്കണം, ചവിട്ടണം. റെഡ് വന്നാലോ ചവിട്ടുക. ഈ റെഡ് സിഗ്നലിൽ വണ്ടി കിടക്കുമ്പോൾ പുറകിരുന്നുകൊണ്ട് ഹോൺ അടിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ റെഡ് സിഗ്നലിൽ കണ്ട പുറകിരുന്ന് ഹോൺ അടിക്കും. ഇറങ്ങിച്ചെന്ന് ഒരൊറ്റ ഹട്ടി അവൻ്റെ കന്നം പൊട്ടിച്ച് കൊടുക്കണമെന്ന് തോന്നും, പക്ഷെ കൊടുക്കരുത്. എന്നറിയാമോ? അവൻ എന്തില്ലാത്തതുകൊണ്ടാണ് ഈ ഹോൺ അടിക്കുന്നേ? അവൻ എന്തില്ല? സമാധാനമില്ല. കർത്താവിനെ പ്രാർത്ഥിക്കണം, യേശുവേ അവൻ എന്തോ കൊടുക്കണേ. ചെല്ലുന്നവനും എന്തോ ഇല്ല, സമാധാനം. ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്ന പിള്ളേരോട് പറയുകയാണെ, മാന്യമായിട്ട് കേൾക്കണേ. ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ സൈഡിൽ ഇരിക്കുന്ന വണ്ടി സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. പക്ഷേ ചേട്ടൻ ചവിട്ടുമ്പോൾ ഇടയ്ക്കിരിക്കുന്ന ചില ചേച്ചി പറയുന്ന കേട്ടിട്ടുണ്ട്, കയറ്റിവിടരുത്. ചേച്ചിക്കും എന്തോ ഇല്ല, സമാധാനമില്ല. കണ്ടോ? കയറ്റിവിടരുത്, അവൻ കയറ്റിവിടരുത്, അങ്ങനെയൊന്നും പറയരുത്. ചേട്ടന് സമാധാനം ഇല്ലെങ്കിലും ചേച്ചിക്ക് എന്തോ വേണം? സമാധാനം. ഇവർ രണ്ടുപേരും കയറി ചെന്നാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ ഈ വണ്ടി എന്ത് ചെയ്യും? ഇടിക്കും. ഇനി ഇങ്ങോട്ട് വരുന്ന വണ്ടി ഒന്ന് ചവിട്ടി കൊടുത്താലേ ഇവർ ഇടയ്ക്കോട്ട് കയറത്തുള്ളൂ. അവർക്കും എന്തോ ഇല്ല, സമാധാനമില്ല. കണ്ടോ? സമാധാനമില്ലാത്ത മനുഷ്യൻ വണ്ടി ഓടിക്കാൻ ഒക്കുമോ? ഇല്ല. വണ്ടി ഓടിക്കണേ എന്ത് വേണം?
സമാധാനം വേണം. പോട്ടെ, പിള്ളേരെ പഠിപ്പിക്കുന്ന കൊച്ച് ഈ ഒരു സ്കൂളിൽ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ, അല്ല കൊടുത്തിട്ടുള്ളവരോ കൊടുക്കുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പരീക്ഷയൊക്കെ ആണല്ലോ, പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കണേ, എന്തോ വേണം? സമാധാനം വേണം. പലപ്പോഴും ഈ ഒന്നാമത്തെ കാര്യം, ചേച്ചിക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ചേച്ചി വലിയ പുള്ളിയൊക്കെയാണ്, പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഇത് വായിച്ചിട്ട് എന്താകുന്നില്ല, മനസ്സിലാകുന്നില്ല. അപ്പോൾ കൊച്ചിനെ എന്തോ ചെയ്യും? പറഞ്ഞു, കൊച്ചിനെ എന്തോ ചെയ്യും? പിച്ചി അങ്ങ് പറിക്കും, പിച്ചി പറിക്കും. അപ്പോൾ കൊച്ചെന്തോ ചെയ്യും? കരയും. കൊച്ച് കരയുമ്പോൾ വീട്ടിൽ അമ്മച്ചി ഉണ്ടെങ്കിൽ, അമ്മായിമ്മ ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും? പറഞ്ഞു, എന്തോ പറയും? കരഞ്ഞോ അന്നോ അടിച്ചാന്നോടി ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നത്, കരയിപ്പിച്ചാന്നോ പഠിപ്പിക്കും ചോദിക്കും. അപ്പം നിങ്ങളെന്തോ ചെയ്യും? നിങ്ങൾ കരയാൻ തുടങ്ങുക. എൻ്റെ കൊച്ചിനെ എനിക്ക് അടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പോഴാണ് സന്ധ്യയായ 9 മണിയായപ്പോൾ അച്ചായൻ കടയടച്ചുകൊണ്ട് വന്നു. ആകെപ്പാടെ പ്രശ്നമായിട്ടാണ് വന്നേ. വരുന്ന ഉടനെ ചേച്ചി എന്തോ അഴിച്ചിട്ടു, പറഞ്ഞു ഈ കാര്യം അഴിച്ചിട്ടു. അച്ചാച്ചൻ ആരോട് ചാടി? അമ്മയോട് ചാടി. അമ്മ അപ്പോൾ ഒരൊറ്റ കരച്ചിലാണ്. അപ്പോഴത്തേനും അമ്മയ്ക്കൊരു വൈബ്രേഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? 9 മാസം ഞാൻ നിന്നെ എവിടെ വയറ്റിൽ. അപ്പം ഞങ്ങളുടെ റാന്നിക്കാരൻ്റെ കൊച്ചൻ പറഞ്ഞു, അതിനെന്താ വേണം? അല്ല, നന്ദി വേണ്ടേ? എന്നോട് നന്ദി പറയണം. 9 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രസവനം വന്നപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നു, അമ്മ എന്തോ ചെയ്തേനെ? ഞാൻ മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടല്ലോ, നല്ല നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ചോദിച്ച കൊച്ചൻ ഞങ്ങളുടെ റാന്നിയിലുണ്ട് കേട്ടോ. എന്നാലും അമ്മ 9 മാസത്തിൻ്റെ കണക്ക് പറഞ്ഞു, കരഞ്ഞു, ബഹളം വെച്ച്, ചുമ്മാ ചെറുക്കത്തിൽ പ്രശ്നമായി. ചുരുക്കത്തിൽ അന്ന് രാത്രി ആരും എന്ത് ചെയ്തില്ല, കഴിച്ചില്ല. എന്നാ കാര്യം? പിച്ചാതെ പറഞ്ഞു കൊടുക്കാനുള്ള സമാധാനം ആർക്കില്ല? അമ്മയ്ക്കില്ല. ചുരുക്കത്തിൽ നല്ലൊരു അമ്മയാകണേ എന്തോ വേണം? സമാധാനം വേണം. നല്ല ഭാര്യ ആകണേലും ഭർത്താവാണെങ്കിലും സമാധാനം. ഒരു പഴയ കഥയാണ്, നിങ്ങൾ കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ചേട്ടന്, ഞങ്ങൾ എല്ലാ ആണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, ധൃതി അവസാന നിമിഷം വരെ കറങ്ങി തിരിഞ്ഞ് ഒന്നീ ഫോൺ നോക്കും, അല്ലെ പത്രം അരിച്ച് പരക്കും. അവസാനം സമയം പോയപ്പോഴാണ് കുളിക്കാൻ കയറിയത്. ഈ കുളിക്കാൻ കയറി കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർത്തത് തോർത്തെടുത്തിട്ടില്ല. പുള്ളി അവിടെ കിടന്നുകൊണ്ട് കതക് തുറന്ന് തല മാത്രം പുറത്തിട്ട് വിളിച്ചു, എടിയേന്ന് വിളിച്ചു. എടി ഇങ്ങേ അറ്റത്ത് അടുക്കളയില്ല, ദോശ ഇടുക. അവൾ എടി തോർത്ത് കേട്ടില്ല, എടിയെ കേട്ടു. അപ്പോൾ അവൾ വന്നു, എന്നാ മനുഷ്യ അല്ലേ, നിങ്ങൾ എന്തുവാ? അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ അല്ലേ? എന്നാ മനുഷ്യോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇടി അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. അവൾ ചോദിച്ചു, ഏതാ ഇടി? അതിങ്ങോട്ട് താടിയെന്ന് പറഞ്ഞു. ഇവൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, ചട്ടുകം കയ്യിലുണ്ടായിരുന്നു. ഇതാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അവൾ സ്വാഭാവികമായിട്ട് പറയും, എന്താ പറയും? വല്ലതും പറയാനുണ്ടോ? എന്നെ പറഞ്ഞോളാം, എൻ്റെ വീട്ടുകാരെ എന്തോ ചെയ്യരുത്, പറയരുത്. അപ്പോൾ അന്നേരം തല പുറത്ത് കിടക്കുക, ബാക്കിയെല്ലാം അകത്താ, ഓർത്തില്ലെന്ന് ഓർത്തോണം. അപ്പോൾ അയാൾ പറഞ്ഞാൽ നീ എന്തോ ചെയ്യും. ശരിയല്ലേ? സംഭാഷണം പോകുന്നത് ഇങ്ങനല്ലേ? നീ എന്തോ ചെയ്യും. അപ്പോൾ ഇവൾ പറഞ്ഞു, നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യരുത്, എന്നെ കൊണ്ട് വായിപ്പിക്കരുത് കേട്ടോ. ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, നിങ്ങളുടെ പെങ്ങന്മാരുടെ വിശേഷമൊക്കെ എനിക്കറിയാം, വായിപ്പിക്കരുത്. ഇതിനിടയ്ക്ക് ദോശ കരിഞ്ഞു പോയി. കഴിക്കാൻ വന്നപ്പം കരിഞ്ഞ ദോശ എടുക്കുകയും ഒരേറ് സന്ധ്യാ വിശ്വസമായി. ഈ പ്രശ്നം തീരണം, ഇനി എത്ര ദിവസം വേണം മിണ്ടണമെങ്കിൽ? ഒരാഴ്ച പോയി. സത്യത്തിൽ ഇയാൾ അത് താടി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് മര്യാദയ്ക്ക് പറയത്തില്ലേ തോർത്ത് തരാൻ? ഇയാൾക്കെന്തോ ഇല്ല, സമാധാനം ഇല്ല. മനസ്സിലായോ? ഇയാൾക്കെന്തോ ഇല്ല, സമാധാനം ഇല്ല. ഇനി അത് പോട്ട്, ഈ ചേച്ചിക്ക് അറിയത്തില്ലേ കുളിമുറി ചട്ടുകം വേണ്ടെന്ന്? ഏതെങ്കിലും കെട്ടിയോനും ഇതിനെ പുറം ചെറിയാനാ? കുളിമുറിയിൽ എന്തോ വേണ്ട, ചട്ടുകം വേണ്ട. പക്ഷേ ചേച്ചിക്ക് എന്തോ ഇല്ല, സമാധാനമില്ല. ഇങ്ങനല്ലേ ഓരോ ദിവസം പോകുന്നത്. അപ്പം നമുക്ക് വേണ്ടത് അടിസ്ഥാനപരമായി നമുക്ക് നമ്മിലെന്തോ വേണം? ഈ സമാധാനം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരടക്കം, ഒരു സമാധാനം. ഏത് പ്രശ്നത്തെയും നമുക്ക് ശാന്തതയോടെ നിന്ന് അതിജീവിക്കണമെങ്കിൽ, ഒരു കുഞ്ഞിനെ വളർത്തണമെങ്കിൽ, എല്ലാം പോട്ടെ, ഐക്യബന്ധ സുവിശേഷ യോഗമല്ലേ, പാസ്റ്റാകണമെങ്കിൽ എന്തോ വേണം? എൻ്റെ ഒപ്പ നിങ്ങളോർക്കുന്നത് നമ്മളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്നവരാണെന്നാണ്. എന്തെല്ലാം പ്രശ്നമാണെന്നറിയോ? എൻ്റെ പൊന്നെ, ഞാൻ ചങ്ക് മുറിഞ്ഞ് പോയിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ കാലേ വീണ് കിടന്നിട്ടുണ്ട്. എന്നെ വിളിക്കുന്നത് പോലും അനീഷ് ചോദിച്ചാൽ മതി. പ്രശ്നം വരുമ്പം പ്രിൻസസ് ചാച്ചൻ വരണമെന്നാണ് എൻ്റെ ഒരു അനീഷ്.
അനീഷ പറയും ഏത് ഞങ്ങളുടെ സഭാപ്രശ്നം ഉണ്ടെങ്കിലും അനീഷ പറയും പ്രിൻസിയാനെ കൊണ്ടുപോകണം. എന്തിനാണെന്നറിയാം? കാലെ പിടിക്കാനാണ്. അടുത്ത് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഞാൻ പോയ ഒക്കത്തില്ല, അച്ഛനാണെങ്കിൽ കാലെ പിടിച്ചോളൂ എന്ന്. അപ്പോൾ നമ്മുടെ ജോലി എന്നാണെന്നറിയാമോ? കാലെ പിടിക്കുക, കെട്ടിപ്പിടിക്കുക, പൊട്ടിക്കരയുക. അതോടെ ഈ പ്രശ്നം തീർന്നേ ഒക്കത്തുള്ളൂ. ഇപ്പം എന്ത് പ്രശ്നമാണെന്നറിയാം. ഞാൻ സാറിന് പറയും, നല്ല ഉറക്കെ പ്രസംഗിച്ചപ്പം വലിയ ആവേശത്തോടെ പോരാ, ശബ്ദമുയർത്തി, കരങ്ങൾ ഉയർത്തി, ഉറക്കെ എന്നൊക്കെ പറഞ്ഞപ്പം ആൾക്കാർ പറഞ്ഞു വെറും ബഹളമാണ്, ഒരു കഴമ്പൊന്നുമില്ല. ശാന്തമായിട്ട് പ്രസംഗിച്ചപ്പം ഞാൻ കേട്ടു, കൊള്ളാം, പക്ഷെ ബുദ്ധിയാ, ഒരു ആത്മാവിൻ്റെ ഒരു ഇതില്ല. ഏതാ അത് പറ, ഏതാ അതെന്തോ അത് ആത്മാവിൻ്റെ ഒരു അതെന്ത് വന്നേലും അതില്ല, അതില്ല. ഞാനിതുപോലെ ചിരിച്ചതിൻ്റെ പേര് സഭയിൽ നിന്ന് പോയവരുണ്ട്. കാരണം ഞങ്ങൾ സഭായോഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ചിരിക്കാൻ പാടില്ല. സഭായോഗത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഞാൻ നല്ലപോലെ മനുഷ്യനെ കണ്ട ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരു കമൻറ്റ് കേട്ടു, സ്ത്രീകളെ കാണുമ്പോഴത്തേനും ശ്രദ്ധിച്ചോണേ പുള്ളിയുടെ ആ മുഖത്തെ ആ എക്സ്പ്രഷൻ, അതാ പറഞ്ഞത് അതുപോലെ തന്നെ ഒരാൾ കഴിഞ്ഞു. പുള്ളി ഇങ്ങനെ അങ്ങ് വിരിഞ്ഞ് ചിരിക്കുമെന്ന് ആരെ കാണുമ്പോൾ, സ്ത്രീകളെ കാണുമ്പോൾ. അപ്പം ഞാൻ വളരെ ഡീസൻ്റായി പ്രശ്നത്തിലോടെന്ന് പറഞ്ഞു. അപ്പം പറയാം, എപ്പോൾ അവൻ്റെ ഗമ കണ്ടോ? ചിരിക്കാനൊക്കൂ, കരയാനൊക്കൂ. നല്ലപോലെ ഫുഡ് കൊടുത്തപ്പോൾ ഞാൻ കേട്ടു, ഞങ്ങൾ ചുരുക്കി കൊടുക്കുന്നത് ആർഭാടിച്ച് അങ്ങ് അറുമാദിക്കുക. ഞാൻ കഞ്ഞിയും പയറും കൊടുത്തപ്പം കേട്ടു, ഇപ്പം അറുത്ത കൈക്ക് എന്തോ ഇടത്തില്ല, ഉപ്പിടത്തില്ല. നമ്മളെന്തോ ചെയ്യണം? അല്ല, എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക, എന്തോ ചെയ്യണം? എന്തോ ചെയ്യാനാ? ഇത് കേട്ടിട്ട് അവരെ കാണുമ്പോൾ സഹോദര പ്രൈസ് ദി ലോർഡ് എന്ന് പറയണമെങ്കിൽ എന്തോ വേണം? സമാധാനം വേണം. അപ്പം ശുശ്രൂഷകന് വേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താ? ഒരച്ഛൻ്റെ കഥ കേട്ടിട്ടുണ്ട്. രാവിലെ ചാക്കോച്ചൻ വന്നിട്ട് അച്ഛനോട് അങ്ങ് പറഞ്ഞു, അച്ഛാ തോമാച്ചൻ ചെയ്ത ആ പരിപാടി ഉണ്ടല്ലോ. അച്ഛൻ ഇതെല്ലാം കേട്ട് പറഞ്ഞു, ചാക്കോച്ച നീ പറയുന്നതിനകത്ത് വളരെ ന്യായമുണ്ടെന്ന് പറഞ്ഞു. ചാക്കോച്ചൻ പോയപ്പോൾ ആര് വന്നു? തോമാച്ചൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പറഞ്ഞു, തോമാച്ചൻ പറയുന്നതിനകത്ത് വളരെ നീതിപരമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞു. തോമാച്ചനും ചാക്കോച്ചനും പോയപ്പം കൊച്ചമ്മ വന്നിട്ട് പറഞ്ഞു, അതെന്നെ വർത്താനായി പറഞ്ഞു, ഒരുത്തിനോട് ന്യായം, ഒരുത്തിനോട് നീതി. നീ പറഞ്ഞത് അതിൻ്റെ സത്യം എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് അതിൻ്റെ എന്ത് സത്യം? അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കണേ അച്ഛനൊക്കത്തുള്ളൂ, പാഷക്കൊക്കത്തുള്ളൂ. അടിസ്ഥാനപരമായി എന്തോ വേണം? സമാധാനം വേണം. പാഷയുടെ ഭാര്യയ്ക്കും എന്തോ വേണം? അയ്യോ, സമാധാനം വേണം. ആ പാപത്തെ ഓർത്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാവരും അവസാനം ഒരു സാരി ഉടുത്താൽ കുറ്റം പറയുന്നവരുണ്ട് കേട്ടോ. എല്ലാവരും അല്ലെങ്കിൽ ഞാനിതെല്ലാം കേൾക്കുന്നതല്ലേ. ഞങ്ങളുടെ വിശ്വാസികളൊക്കെ പാവങ്ങളാണ് കേട്ടോ. അവർക്ക് ചേച്ചി മദറെന്നൊക്കെ പറഞ്ഞാൽ മോളോ സ്നേഹമോ. എന്നാലും നല്ല സാരി ഉടുത്തപ്പം കുറ്റം പറയുന്നവരുണ്ട്, എന്തിനും ഏതിനും കുറ്റം പറയുന്നവരുണ്ട്. ഇതിൻ്റെ എല്ലാ നടുവിൽ ജീവിക്കണം എന്തോ വേണം. എന്നിട്ട് ഞങ്ങൾ വേല ഇട്ട് പോകാത്ത ഒറ്റ കാര്യങ്ങളുണ്ടാണ്. തമ്പുരാൻ തരുന്ന എന്താ? സമാധാനം കൊണ്ടാണ് കേട്ടോ. ആ രാത്രി ദൈവം ഒരു സമാധാനം തരും. അപ്പം ദൈവ രാജ്യം ഭക്ഷണവും നീതിയും സമാധാനം, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ എന്താ? സന്തോഷം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇന്ന് പ്ലഷർ സീക്കേഴ്സാണ് ഈ ലോകം. മനുഷ്യൻ സുഖാന്വേഷണം തേടി പോവുക. നിങ്ങൾക്ക് സത്യമായിട്ടും നോക്കിയേ, ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ നോക്കിയാൽ റീൽസ് കണ്ട് 4-5 മണിക്കൂറൊക്കെ ഇരിക്കുന്നത്. സത്യത്തിൽ ഇവർക്ക് ആ കിട്ടുന്ന എന്താ? സുഖമാണ്. ഈ നമ്മുടെ ഇത് കിട്ടുമ്പോൾ ഡോപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതേ സാധനം തന്നെയാണ് ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ലഹരിക്ക് പിന്നാലെ പോകുന്നവരെല്ലാം പാവങ്ങളാണ്. പക്ഷേ ഇവർക്ക് ലഹരി ഉപയോഗിക്കുമ്പം കിട്ടുന്ന ഒരു ഉന്മാദമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ MDMAക്കൊക്കെ എക്സ്റ്റസി എന്നൊക്കെ വിളിക്കും. ഉന്മാദം കിട്ടുക, അത് ഭയങ്കര ഉന്മാദമാണെന്നാണ് പറയുന്നത്. അത് കുറച്ച് സത്യം. ഇവർ ഭയങ്കര. പക്ഷേ ഇത് കഴിയുമ്പോഴോ കെട്ടുവിടുമ്പം തളർന്ന് കിടക്കും. ഞാൻ കേട്ടിട്ടുള്ള ഒരു നല്ല സംഭവം അല്ല, എന്നാലും ഒരു സംഭവം, കൈകൊണ്ട് മെയ്യൊറിയേണ്ടാത്ത വലിയ വീട്ടിലെ ഒരു കൊച്ചൻ ഞങ്ങളുടെ ഒരു തോട്ടത്തിൽ, കോളേജിൻ്റെ പിള്ളേരിരിക്കുന്ന തോട്ടമാണ്, വലിയ വിശാലമായ തോട്ടം, അവിടെ വന്ന പിള്ളേരൊക്കെ ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു സാധനം എടുത്തപ്പോൾ ഇവനിങ്ങനെ പോച്ചയെ പറിച്ചുകൊണ്ടാണ് ഇത് വലിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പോച്ചപ്പറി തുടങ്ങിയെന്ന്. ആ തോട്ടത്തിലെ മുഴുവൻ പോച്ച അവൻ പറിച്ചു കൂട്ടി. കുന്നൊന്നേ കുന്ന് രണ്ടേന്ന് പറിച്ചോട്ട് ഇവനറിയത്തില്ല. പോച്ച പറിച്ച് കൂട്ടുക, വലിച്ചുകൊണ്ട് പോച്ച പറിച്ച് കൂട്ടുക. അപ്പോൾ ഒരു കാര്യം, ഈ ഉന്മാദാവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാൽ അത് സുഖാന്വേഷണമാണ്. ഇന്ന് നമുക്കറിയാം ഈ എന്താണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്ക് വായിച്ചത്, എന്തോ ആഡിങ് ടു ദ മൈ ബോഡി കൗണ്ട്. അതായത് എത്ര സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് അഭിമാനത്തോട് പറയുന്ന പിള്ളേരുണ്ട്. കൊച്ചി ഇറക്കൻ 21 വയസ്സുള്ളൊരു കൊച്ചൻ ഏതോ ഒരു ഇൻ്റർവ്യൂ പറയുന്നു, എനിക്ക് 20 സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞു, ഇറ്റ്സ് ആഡിങ് ടു മൈ ബോഡി കൗണ്ട്.
10 20 പേർ, ഇതൊക്കെ ഒരു അഭിമാനത്തോടൊക്കെയാണ് പറയുന്ന പുരുഷനും പിള്ളേരൊക്കെ ഇത്ര ആളുകളുമായിട്ട് ഇവരെന്തിനു തേടി പോവുക? സുഖാന്വേഷിക്കുക. എയ്ഡ്സ് കേരളത്തിൽ കൂടുക എന്നുള്ളത് യാഥാർത്ഥ്യം കേട്ടോ. എയ്ഡ്സ് കേരളത്തിൽ കൂടുക, ഭയങ്കരമായിട്ട് കൂടുക എയ്ഡ്സ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കണക്കുകളനുസരിച്ച് നോക്കുമ്പോൾ വല്ലാതെ കൂടുകയാണ് എയ്ഡ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ത് അന്വേഷിക്കുക? സുഖം അന്വേഷിക്കുക. ഇവർക്ക് കിട്ടുന്ന സുഖമാണ്. കുറച്ച് കഴിയുമ്പം കുറ്റബോധമാണ്, പാപബോധമാണ്, നാഡികൾ തളരുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് തരുന്നത് സുഖമല്ല, സന്തോഷമാണ്, ജോയിയാണ്. ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ഉയരത്തിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമാണ്. ആ സന്തോഷം ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം ഉള്ളത് കൊണ്ടാണ് കഷ്ടതയിൽ പാടുന്നത്, നഷ്ടം അതിൽ കൊണ്ടാടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ക്രിസ്തു തരുന്ന ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ കുറച്ച് കുഞ്ഞുങ്ങൾ ചെങ്കൽ ചൂളയിലുണ്ട്. ആ കുഞ്ഞുങ്ങൾ പാടുന്ന, അവർ പരിശോധനയൊക്കെ പോകുമ്പോൾ അവർ അടിച്ച് തകർത്ത് പാടും. കുറേ പിള്ളേർ ചെങ്കച്ചുള്ള മക്കളെന്നൊക്കെ അടിച്ചു നോക്കിയാൽ മതി, ഇഷ്ടംപോലെ പാട്ട് കിടപ്പുണ്ട്. അപ്പോൾ അവർ പാടുന്ന ഒരു സ്ലോഗനുണ്ട്, സന്തോഷമേ സന്തോഷം, ഞങ്ങൾക്കെല്ലാം സന്തോഷം. കാരണം എന്തെന്ന് അറിയണ്ടേ? യേശുനാഥനെ ഞങ്ങൾ അറിഞ്ഞ്. അപ്പോൾ യേശു വന്നാൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരു വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ക്രിസ്തു തരുന്ന ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഏറ്റവും സങ്കടകരമായ സാഹചര്യത്തിൽ അപ്പോസ്തലൻ എഴുതുന്നു, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ സ്തോത്രം, എല്ലാറ്റിനും സന്തോഷം, എല്ലാ സാഹചര്യത്തിലും സന്തോഷം. ആ സന്തോഷമുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച്, നമ്മളെന്തിനാണ് ആരാധനയിൽ സന്തോഷിക്കുന്നത്? യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ആർക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവരാജ്യം എന്തല്ല, ഭക്ഷണവും പാനീയവുമല്ല. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ ഫുൾനെസ് വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ്. 1000 ആണ്ട് വാഴ്ച. ആ വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ അണലിയുമായിട്ട് കളിക്കുന്നു, അതിൻ്റെ പൊത്തി കൈയിടുന്നു, സിംഹവും കാളയും തമ്മിൽ ഒന്നിച്ച് മേയുന്നു. ഇന്ന് സിംഹത്തിന് ഇരയാണ് കാള, കാളയുടെ വേട്ടക്കാരനാണ് ആര്? സിംഹം. പക്ഷേ കുട്ടിയുടെ വേട്ടക്കാരനാണ് പാമ്പ്, പാമ്പിന് ഇരയാണ് കുട്ടി. എന്നാൽ നാളത്തെ ലോകത്ത് വേട്ടക്കാരനും ഇരയില്ല. ഇന്ന് നമുക്കറിയാം പല മക്കൾ ഇരയാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര പേര് ഇരയായി. പ്രകൃതി വൈരുദ്ധ്യങ്ങൾക്ക് ഇരയാകുന്നു. സ്ത്രീകൾ വേട്ടക്കാരുടെ കണികളിൽ പെടുന്നു, ഇരയായി പോകുന്നു. ഭീതിജനകമായൊരു കാലം അല്ലേ? എന്നാൽ ഒരു കാലം വരുന്നുണ്ട്, മനുഷ്യനെ വേട്ടയാടാത്തൊരു കാലം, മനുഷ്യനും ശത്രുക്കളില്ലാത്തൊരു കാലം. നീ എനിക്ക് ഇരയുമല്ല, ഞാൻ നിനക്ക് വേട്ടക്കാരനുമല്ലാത്തൊരു കാലം. ആ കാലമാണ് ദൈവരാജ്യം. അവിടെ ദൈവരാജ്യത്തിലായി കഴിയുമ്പോൾ പിന്നെ പകയില്ല, ശത്രുതയില്ലാത്തൊരു കാലം. അതാണ് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പറയുന്നു, ദൈവരാജ്യം എന്തല്ല, ഭക്ഷണവും പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അപ്പൊ കാലം അന്ത്യകാലം ആയതുകൊണ്ട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അത് ആകയാൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് തിരിവാണ്. എന്ത് തിരിവ്? ലോകോന്മുഖമായി പോകുന്ന മനുഷ്യൻ സുവിശേഷം കേട്ട് സുവിശേഷത്തിലെ കാതലായ ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ മാറ്റത്തിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. അത് കേവലം മാറ്റമല്ല, മൊത്തം തിരിവാണ്, കംപ്ലീറ്റ് തിരിവ്. ഞാൻ അതിന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദാഹരണം, ഞാൻ കേട്ടൊരു ഉദാഹരണം, ഈ ആദിവാസികളൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ സംഭവിച്ച ഒരു കഥയെക്കുറിച്ച് ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്കത് ഇഷ്ടം തോന്നി, സന്തോഷം തോന്നി. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ ഒരിടത്ത് ഒരാൾ നിൽക്കുകയാണ്, അവിടെ തേൻ വിൽക്കാൻ നിൽക്കുന്നു. അപ്പം തേനാണ്, കാട്ടുതേനാണ്, ഒറിജിനൽ തേനാണെന്ന് പറയും. അപ്പം നമുക്കറിയാം പലപ്പോഴും ഇപ്പോൾ ഈ ഒറിജിനൽ തേനാന്ന് പറയുന്നത് മിക്കതും എന്തൊന്നും അല്ല, ഒറിജിനലൊന്നും അല്ല. അത് ചിലതൊക്കെ ഈ ശർക്കര കലക്കിയും ഒക്കെ ചേർത്തും മായം ചേർത്തും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ പോയ ആൾ, അവർ വലിയ കാട്ടിൽ കൂടെ എക്സ്പ്ലോർ ചെയ്ത് പോയതല്ലേ, അവർ ചോദിച്ചു ഇത് ഒറിജിനൽ തേനാണെന്ന് ചോദിച്ചപ്പോൾ ആ സാധു തിരിച്ചൊരു മറുപടി പറഞ്ഞു. ഒറിജിനലാണെന്നും ചോദ്യം, തിരിച്ചു വന്ന മറുപടി എന്തോ പറയണം? ഒറിജിനലാണോ എന്ന് ചോദിച്ചാൽ മറുപടി എന്തോ പറയണം? ഒറിജിനലാണെന്ന് പറയും. ഇപ്പം ഇദ്ദേഹം ആ പാവം പറഞ്ഞത് ഒറിജിനലാണെന്നൊന്നും അല്ല, ഞാനൊരു പെന്തക്കോസുകാരനാന്ന് പറഞ്ഞു. അതിനകത്ത് എല്ലാം ഇല്ലേ? എന്താ അർത്ഥം? ഒറിജിനലാണെന്ന് ചോദിച്ചപ്പോൾ ആ സാധുവായ സഹോദരൻ പറഞ്ഞ മറുപടി ഞാനൊരു പെന്തക്കോസുകാരനാണ്. അതാണ് മാനസാന്തരം. ഇന്ന് സത്യത്തിൽ ഒറിജിനലാണ് പെന്തക്കോസുകാരനെന്ന് പറഞ്ഞാൽ
നമ്മൾ ആ വഴിക്കോട്ട് പോകത്തില്ലെന്നുള്ളത് വേറെ സത്യം. എൻ്റെ ദൈവമേ, വലത് കിടന്ന് മേപ്പോട്ട് തുപ്പണ്ട. എന്നാലും പ്രിയരെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ചില സമൂഹങ്ങളിൽ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് മദ്യപാനം ഒഴുകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്ത് കുടിക്കാൻ വിളിച്ചപ്പം അവൻ തന്നെ പറയുന്നു, ഞാൻ ആരാ, വിശ്വാസിയാണെന്ന് പറയുമ്പോൾ അവിടം കൊണ്ട് അതിന് ചോദ്യമില്ല പിന്നെ. കാരണം വിശ്വാസി എന്ത് ചെയ്യത്തില്ല, കുടിക്കത്തില്ല. ഇന്ന് കുടിക്കുന്ന വിശ്വാസികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ദുഃഖത്തോടെയും സങ്കടത്തോടെയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ വിശ്വാസിക്കുണ്ടായ മാനസാന്തരം തെളിവായിരുന്നു. കാട്ടുതേനാണോ എന്ന് ചോദിച്ചപ്പോൾ, ഒറിജിനലാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി എൻ്റെ രോമം എഴുന്നേറ്റിരുന്നു. അത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട്, അതാകണം പെന്തക്കോസ്ത്, അതാകണം വിശ്വാസി, അതാകണം മാനസാന്തരം. ഒന്ന് കൈയടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം. അതല്ലേ മാനസാന്തരം. അവിടെ വേറെ എക്സ്പ്ലനേഷൻ ഉണ്ടോ? പോയ ആൾ ഞെട്ടിപ്പോയി. അപ്പോൾ അവർ പറയുന്ന, അവർ അക്രൈസ്തവനായ ആളോട് പറയുന്നു, അവർക്ക് കിട്ടുന്ന ഒരു ഇമേജ് ഉണ്ട്. മാനസാന്തരപ്പെട്ട വിശ്വാസിക്ക് കള്ളത്തരം ചെയ്യാൻ കഴിയത്തില്ല, നുണ പറയാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആധികാരികത മാനസാന്തരമാണ്. ലോകോന്മുഖമായി പോയ, അതുകൊണ്ട് മാനസാന്തരത്തിന് തക്ക എന്തോ കായ്ക്കണം, ഫലം കായ്ക്കണം. എല്ലാവരും പറഞ്ഞേ, മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം കായ്ക്കണം. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. അതന്നെ എല്ലാം കൂടെ പറഞ്ഞാൽ വീണ്ടും ജനനം. എല്ലാ വാക്കും കൂടെ ഒറ്റയ്ക്ക് പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ ഹൃദയം കൊടുക്കുകയാണ്. ഈ ഹൃദയം കൊടുക്കുമ്പോൾ ക്രിസ്തു നമ്മൾ, അതുകൊണ്ടൊരു വാക്യമുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. ക്രിസ്തു നിങ്ങൾ എന്താകുന്നു? നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കർത്താവിനെ സ്വീകരിക്കുകയാണ്. ആ കർത്താവിനെ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ, ക്രിസ്തു നമ്മൾ ഉരുവാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാറ്റം അത് ലോകമറിയും. അതാണ് മാനസാന്തരത്തിന്. സക്കായിക്കുണ്ടായ മാനസാന്തരം എല്ലാവരും അറിഞ്ഞില്ലേ? അറിഞ്ഞു. കാരണം സക്കായിയുടെ വീട്ടിൽ ഞാനത് ഒന്ന് ഫാവിനെ കാണുകയാണ്. പിറ്റേ ദിവസം എല്ലാവരും കൂടെ പോവുകയാണ് സക്കായിയുടെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, സക്കായിക്ക് എന്തോ പറ്റിയോടോ, കാക്ക മലർന്ന് പറക്കൂടാ. അപ്പോൾ എല്ലാവരും പറയുന്നു, സക്കായിയുടെ വീട്ടിൽ ആര് വന്നു? യേശു വന്നു. യേശു വന്നത് എല്ലാവരും അറിഞ്ഞു. കാരണം റെസിപ്റ്റ് എല്ലാം തപ്പിയെടുത്തുകൊണ്ട് ഓടുകയാണ്. ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ത് ചെയ്യാം? 4 മടങ്ങ് തിരികെ കൊടുക്കുമ്പോൾ അവൻ ദരിദ്രനായിട്ട് മാറും. പക്ഷെ താൻ ദരിദ്രനായാലും സാരമില്ല, മാനസാന്തരത്തിൻ്റെ യോഗ്യമായ എന്താണ് അത് ലോകം അറിയുകയാണ്. സത്യത്തിൽ ഈ മാനസാന്തരം ആരറിയണം? ക്രിസ്തു നമ്മൾ ഉരുവാകുകയാണ്. ഉരുവാകുമ്പോൾ എങ്ങനെ അറിയാം? ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത്, അല്ലേ? ദാമ്പത്യത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ? കുഞ്ഞ് ജനിക്കുന്നതാണ്. അത് ചെറിയൊരു കാര്യമാണോ? ജീവൻ്റെ ദാതാവായ ദൈവം, ഞാനതിന് പറയുന്നൊരു വാക്കുണ്ട്, ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ സംപ്രീതനായ സന്തുഷ്ടനായ ദൈവം ഭാര്യയുടെ ഉദരത്തിൽ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ആര്? കുഞ്ഞ്. ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അതിൽ സന്തുഷ്ടനായ കർത്താവ് ഭാര്യയുടെ ഉദരത്തിൽ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് എന്ത്? കുഞ്ഞ്. ആ കുഞ്ഞുണ്ടായെന്ന് എങ്ങനെ അറിയുക? പ്രായമുള്ളവരുണ്ടെങ്കിൽ, ഞാനങ്ങനെ വലിയ പ്രായത്തിൽ നിന്നുകൊണ്ട് പറയല്ല, എന്നാലും ഒരു സാധാരണ ഗ്രാമീണ മനുഷ്യൻ എന്നാലേ പറയട്ടെ. ഒരു ദിവസം രാവിലെ കൊച്ചെഴുന്നേറ്റിട്ട് പല്ല് തെച്ച് കഴിയുമ്പോൾ ഓക്കാനിക്കുന്നു. അപ്പച്ചൻ അമ്മച്ചിയെ നോക്കി ചിരിക്കുന്നു. അപ്പച്ചൻ അമ്മച്ചിയെ നോക്കി എന്തോ വരുന്നു? ചിരിക്കുന്നു. ശരിയാണോ? ചിരിക്കുമോ? പറ, ചിരിക്കുമോ? വലിയ സന്തോഷമാണ്. എൻ്റെ പൊന്നെ, അതൊരു സന്തോഷമല്ലേ? അത്ര മറയ്ക്കേണ്ട ലജ്ജാകരമായൊരു കാര്യമാണോ? അല്ല, സന്തോഷമാണ്. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടാകും. ഇന്നലെ വരെ ഐസ്ക്രീം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ എന്തോ വേണ്ട, ഐസ്ക്രീം വേണ്ട, എന്തോ വേണം? മാങ്ങ വേണം, പുളി വേണം, അതിനോടൊക്കെ ഒരു ഇഷ്ടം. ഇത്രയേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടാൽ. ഇന്നലെ വരെ ഇഷ്ടമുള്ളതിനോടൊരു അനിഷ്ടം. പക്ഷെ ഇന്നലെ വരെ ഇഷ്ടമില്ലാത്ത പ്രാർത്ഥനയോട്, ആരാധനയോട്, വചനധ്യാനത്തോട് ഒരു ഇഷ്ടം. അനിഷ്ടങ്ങൾ ഇഷ്ടങ്ങളാകുന്നു, ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളാകും. ലോകത്തോടൊരു വൈക്ലഭ്യം, പക്ഷെ ദൈവത്തോട് വലിയൊരു ആഭിമുഖ്യം. അതാണ് മാനസാന്തരം ഉണ്ടാകുകയാണ്. അപ്പം വീണ്ടും ജന്മം ഉണ്ടാകുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ല സുവിശേഷം. സുവിശേഷത്തിൽ മോട്ടിവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൽ മോട്ടിവേഷൻ ഉണ്ട്. പക്ഷെ സുവിശേഷം എന്താണ്? കൃത്യമായ നിർവചനം വിശുദ്ധ വചനം നമുക്ക് തരുന്നു. 2 തീമോഥെയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക.
അതാകുന്നു എന്റെ ആ സുവിശേഷം. ബാക്കി എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, അതാകുന്നു എന്റെ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, അതാകുന്നു എന്റെ സുവിശേഷം. ഇപ്പൊ സുവിശേഷം എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാകുന്നു സുവിശേഷം. ജനനവും ഉയർപ്പും. ജനനത്തിൻ്റെയും നമ്മൾ സാധാരണ പറയുന്ന ഒരു മരണ വീട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് ഒരു 3 അക്ഷരമുണ്ട്. അതിൻ്റെ പേരെന്താ? ജീവിതം, അല്ലേ? ജീവിതം. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചു, പിന്നെ എന്ത് ചെയ്തു? മരിച്ചു, മരിച്ചിട്ട് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുവിൻ്റെ ജീവിതമാണ് സുവിശേഷം എന്ന് പറയുക. യേശുക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ കാതൽ. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം സുവിശേഷമാകുന്നത്? വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നു. അവിടെ കാണുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ, നബിയോ നമ്മോട് കൂടെ. അന്ന് വരെയുള്ള ദൈവസങ്കല്പങ്ങളിൽ മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ മനുഷ്യർക്ക് അറിയില്ല. പലപ്പോഴും പാപികളെ, ദുഷ്ടരെ നിഗ്രഹിക്കാനും ശിഷ്ടരെ രക്ഷിക്കാനും വരുന്ന, മനുഷ്യനെ ഉപദ്രവമുണ്ടാക്കുന്ന ഒരു ദൈവസങ്കല്പങ്ങൾ പുരാതന ബാബിലോണിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പ്രവാചകൻ പറയുന്നു, അന്നുണ്ടായിരുന്ന ഇതര ദൈവസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറയുകയാണ്, നമ്മോട് കൂടെ നടക്കുന്ന ഒരാൾ ഇതാ വരാൻ പോവുകയാണ്. നമുക്കൊരു ശിശു ജനിച്ചു, ആ ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം. 9-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ കാണുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു. അങ്ങനെയല്ലേ മക്കളെ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ. ഇനി എല്ലാവരും ബാക്കി വാക്യങ്ങൾ അറിയാവുന്നതാണ്. അത് ഞാൻ കുഞ്ഞു വായിക്കുമ്പോൾ ഒന്ന് റിസൈറ്റ് ചെയ്ത് പറയണേ, ഉറക്കെ പറഞ്ഞേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഏറ്റു പറഞ്ഞ കുഞ്ഞു പറയുമ്പോൾ, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഒന്നുകൂടെ പറഞ്ഞേ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഒന്നുകൂടെ പറഞ്ഞേ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അപ്പൊ നമുക്കൊരു ശിശു ജനിച്ചു, ആധിപത്യം, നമുക്കൊരു മകൻ നൽകപ്പെട്ടു. പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ദീർഘദർശനം കണ്ടുകൊണ്ട് പറയുന്നു, ഒരു ശിശു ജനിക്കാൻ പോകുന്നു. ആ ശിശു ആരാണ്? അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഇപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ എന്താണ് വിശേഷണങ്ങളാണ് അവിടെ കാണുക. അത്ഭുത മന്ത്രി. ഇന്ന് എന്തുമാത്രം മന്ത്രിമാരുണ്ട്. ചില മന്ത്രിമാർ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുമോ, ഇങ്ങനെയൊക്കെ പറയാൻ ഒക്കുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അത്ഭുതം കൂടാറുണ്ട്. പക്ഷേ ഇവിടെ ലോകത്ത് ഒരു മന്ത്രിയും ഇല്ല അത്ഭുതത്തിനൊരു മന്ത്രി. എന്നാൽ എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്. നിരവധി അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവരാജ്യം സ്ഥാപിച്ച് ഉറപ്പിച്ച ക്രിസ്തു പറയുന്നു, അത്ഭുത മന്ത്രി, വീരനാം നിത്യ സമാധാന പ്രഭു. ഈ സമാധാന പ്രഭു എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അപ്പൊ സമാധാനം മനുഷ്യൻ്റെ പലപ്പോഴും പോകുന്നത് പാപമാണ്. പാപം മനുഷ്യൻ്റെ എന്ത് കളയും? സമാധാനം. ഒരു വീട്ടിലൊരു കുഞ്ഞ് വഴിതെറ്റിപ്പോയാൽ, അപ്പം മദ്യപാനിയായ മദ്യപാനിയായ പെൺകുഞ്ഞ് വഴിപഴച്ചാൽ വീടിൻ്റെ എന്ത് പോകും? സമാധാനം പോകും. അവരെ എങ്ങനെ തിരുത്താം? എൻ്റെ പൊന്നു പ്രിയരെ, അമ്മ പറഞ്ഞ ആ കുഞ്ഞെനിക്ക് ഇല്ലെന്ന്, അപ്പം പറഞ്ഞ് ഇങ്ങനൊരു മോൻ വേണ്ടാന്ന്, ഭാര്യ പറഞ്ഞ് ഇയാൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പം മുതലാണ് എൻ്റെ സങ്കടം തുടങ്ങിയത്. കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഈ അപ്പനെ കൊണ്ട് ഞങ്ങൾ നാണം കെട്ടെന്ന്. പക്ഷേ ഇന്ന് അപ്പന് അഭിമാനമായിട്ട് അവർ പറയുന്നു ഇതെൻ്റെ അപ്പനാണെന്ന്. ആരാ വ്യത്യാസം വരുത്തിയത്? യേശു വന്നപ്പോൾ പാപങ്ങൾ മാറി. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ഒന്നുകൂടെ പറഞ്ഞേ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ
യോഗ്യമായ വചനമാകുന്നു. അല്ലേ? യേശു രാമൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പായിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. എളിയവൻ്റെ കൂടെ ഒരു സമയത്ത് ഒത്തിരി പേര് മദ്യപാനികളും വേർക്കും വേണ്ടാത്തവരും ഒക്കെ എൻ്റെ കൂടെ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഞാൻ കൊണ്ടു നടന്ന കൊച്ചുങ്ങളുണ്ട്. അവരെയൊക്കെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇപ്പം എനിക്ക് വയ്യ കേട്ടോ. രാവിലെ ഹോളിൽ നിന്ന് ഞാൻ കുപ്പി പറക്കണമായിരുന്നു, കാരണം വിശ്വാസികൾ വരുന്നതിന് മുമ്പ്. ഇത് ലൈവ് പോകാമെന്ന് എനിക്കറിയാം. കാരണം ഇമ്മാരെല്ലാം കൂടെ ഒന്നിച്ച് കൂടിയാൽ ഇമ്മാർ ഒരുത്തം കൂടി നിർത്തുമ്പോൾ ഒരുത്തം നിർബന്ധിക്കും. എൻ്റെ പൊന്നെ, അങ്ങനെ എന്തെല്ലാം പ്രശ്നം. പക്ഷേ ഒന്നെനിക്കറിയാം, അവർ പലരും രക്ഷപ്പെട്ടു, നല്ലപോലെ ജീവിക്കുന്നു. അതിലുണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് ഒരു സാക്ഷ്യം മരിച്ചുപോയി. ആ സഹോദരൻ, അദ്ദേഹം പ്രാന്തിയിലെ ഒരു നല്ലൊരു സഹോദരനായിരുന്നു. അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, എടാ നീ ചെയ്തത്, എൻ്റെ ഒത്തിരി സീനിയറാണ്, എൻ്റെ പ്രിൻസേ നീ ചെയ്ത വലിയൊരു കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താണ്? റാന്നിയിലെ പ്രബലമായ വർഷങ്ങൾക്ക് മുമ്പ്, ദീർഘവർഷങ്ങൾക്ക് മുമ്പായ ഒരു രാഷ്ട്രീയ സംഘടന, ആ സംഘടന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരാൾക്കും ഭയങ്കര വെട്ടേറ്റു ഇതര പാർട്ടിക്കാർ. അപ്പോൾ പാർട്ടി ഈ സംവിധാനങ്ങളിലൊക്കെ മുമ്പോട്ട് പോയപ്പോൾ അവർക്ക് ഈ കേസ് തെളിയിക്കണമെങ്കിൽ വെട്ടിയ ആയുധം കണ്ടെത്തണം. അപ്പോഴാണ് ഈ ആയുധം കണ്ടെത്തുമ്പോൾ വക്കീൽ പറഞ്ഞു കൊടുത്തു, കൃത്യമായ പാടിൻ്റെ വെട്ടിൻ്റെ രീതിയിലുള്ള എന്തോ വേണം, ആയുധം വേണം. അപ്പോൾ ആയുധം എവിടെ കിട്ടും ഇത്രയും കൃത്യമായത്? അപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നാടയിലുണ്ടെന്ന്. അവിടെ ചെന്നപ്പോൾ ഈ പുള്ളി 1-ാം കാവലം കഴിഞ്ഞ് ഗുണ്ടകളാണ്, 2-ാം കാവലം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് താമസിക്കുക. അവിടെ ചെന്നപ്പോൾ ഇവരെ കണ്ടപ്പോൾ എന്നെ സഹോദരന്മാരെ ചോദിച്ചും പറഞ്ഞു, ഇങ്ങനൊരു സാധനം വേണം, എടാ ആ ചാക്ക് കുടഞ്ഞിട്ട്, എടാ ഈ ചാക്ക് ഇങ്ങോട്ട് കുടഞ്ഞ്. 4-5 ചാക്ക് കുടഞ്ഞിട്ടപ്പോൾ കണക്കിന് ആയുധങ്ങളാണ്. ഇതിനകത്തൊന്നും തപ്പിയെടുത്തോളാൻ പറഞ്ഞു. വേണ്ടത് ആ പാർട്ടി ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. രക്ഷപ്പെട്ട് പെണ്ണും കെട്ടി മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? യേശു വന്നപ്പോൾ മാറ്റം ഉണ്ടാകും. യേശു വന്നു. ഇവിടെ പ്രിയമുള്ളവരെ, പോലീസിന് കഴിയാത്തത്, ഡി അഡിക്ഷൻ സെൻറ്റർ കഴിയാത്തത്, കൗൺസിലിംഗ് കഴിയാത്തത് സഭകളിലൂടെ നടന്നതുള്ളതാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യം. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അതായിരുന്നു സഭ, അതാണ് വിശ്വാസം. സുവിശേഷം ജീവിതത്തിന് രൂപാന്തരം വരുത്തിയ കോടിക്കണക്കിന് വ്യക്തികളുടെ സാക്ഷ്യം ലോകമെമ്പാടും പറയുമ്പോൾ ഒരു കാര്യം സത്യമാണ്, പാപം മനുഷ്യന്റെ സമാധാനം കളയുമെങ്കിൽ മനുഷ്യത്വം വന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാൻ, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിന് വന്നു എന്നുള്ളത് വിശ്വാസികളും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാകുന്നു. ജീവിതത്തിൽ പരിവർത്തനം വന്നവർ, എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്, ഞാനിത് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്നവർ, സുവിശേഷം മൂലം മനുഷ്യന് പരിവർത്തനം വരുന്നതിന് ഞാൻ സാക്ഷിയാണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവമാണ്, അങ്ങനെയുള്ളവർ ഒന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ആർക്കും കഴിയാത്ത പാപികളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒന്നുണ്ട്, ഇന്നും കഴിയുന്ന ഒന്നുണ്ട്, ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത്. ക്രിസ്തുവേശുവിന്റെ സുവിശേഷത്താൽ മദ്യപാനികൾ രാവിലെ എടുത്തില്ലെങ്കിൽ കൈ വരയ്ക്കുന്നവർ, മദ്യം കഴിച്ചാൽ അല്ലാതെ ഭീകരന്മാരാകുന്നവർ, ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ, പ്രിയമുള്ളവരെ, അവരൊക്കെ ഇന്ന് കുഞ്ഞാടുകളായി മാറിയത് ഒറ്റ ആളാണ്, ഒറ്റ കാര്യമാണ് സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാക്കിയ, ലോകത്തിന് പരിവർത്തനം വരുത്തിയ, ബാർബേറിയൻ സംസ്കാരത്തിൽ കൂടെ ജീവിച്ചു പോയ ഒത്തിരി പേരെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന ഒന്നുണ്ട്. അതിന്റെ പേര് ഇന്നും സുവിശേഷം. ഞങ്ങൾ മതപരിവർത്തകർ എന്ന് പറഞ്ഞ് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ നടത്തുന്ന മതപരിവർത്തനം അപ്പുറത്ത് മനപരിവർത്തനമാണ്. ഹല്ലേലൂയ. എന്താണ് അത്? മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒന്നാണ്, മനുഷ്യനെ മനുഷ്യസ്നേഹിയാക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ രാത്രി സുവിശേഷത്തിന്റെ ശക്തി പാപികളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 1000 നാളോടെ ഉറക്കെ വിളിച്ചു പറയും, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു ഉറക്കെ പറഞ്ഞു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ഇന്നും പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഓരോ ഒരാളുണ്ട്. യേശു നാശകരമായ കുഴി കിടന്നപ്പോൾ, അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു, എന്റെ കരം പിടിച്ചെന്നെ പിടിച്ചുയർത്തി ഒരു പാറമേൽ നിർത്തി, എന്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു. ആ പാട്ട് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ചുറ്റിലല്ലേ യോഗിടന്നത് ഓർത്തു നോക്കിയാൽ മാറ്റമല്ലേ വമിച്ച ജീവിതം, ചേറ്റിലല്ലേ ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയ്ക്കാ. ഓ
വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിട്ടും നീ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടും നീ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. ഓ അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാ നിൻ സ്നേഹമെന്നിൽ ഊറ്റിയല്ലോ. ഓ അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാ നിൻ സ്നേഹമെന്നിൽ ഊറ്റിയല്ലോ. സ്നേഹാഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. അപ്പോൾ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. പാപം മനുഷ്യൻ്റെ സമാധാനത്തെ കളയും. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരേ ഒരാള് അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. 2, മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും. നമുക്ക് വീണ്ടും അന്നുണ്ടായിരുന്ന മതചിന്തകളിലൊക്കെ നോക്കുമ്പോൾ, അന്ന് യേശുക്രിസ്തു ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അന്നുണ്ടായിരുന്ന മതസങ്കല്പങ്ങളിൽ മനുഷ്യപ്രശ്നങ്ങളിൽ ഇടപെടുന്ന ദൈവ ചിന്തകൾ അല്ലെങ്കിൽ ദൈവികമായ ചിത്രങ്ങളൊക്കെ കുറവായിരുന്നൊരു കാലഘട്ടത്തിലാണ് അത് എഴുതുക. യൂറോപ്പിന് യൂറോപ്പ് എന്നുള്ള പേര് കിട്ടിയത് പോലും യൂറോപ്പ എന്നുള്ളൊരു പെൺകുട്ടിയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യൂറോപ്പ എന്ന് പറഞ്ഞ പെൺകുട്ടി അതീവ സുന്ദരിയായിരുന്നു. അതവളിങ്ങനെ പോകുമ്പോൾ അതുവഴി പോയ ദേവന് ഈ പെൺകുട്ടിയിലങ്ങ് അനുരാഗം തോന്നുകയും തട്ടിക്കൊണ്ടു പോവുകയും കടലിനക്കരെ കൊണ്ടുപോവുകയും അവളെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അവിടെ കണ്ണീര് കണ്ടിട്ട് യൂറോപ്പിലിട്ട പേരാണ്, യൂറോപ്പായുടെ പേരിലിട്ട പേരാണ് യൂറോപ്പ്. ഗൂഗിളൊക്കെ നോക്കിയാൽ കിട്ടും. യൂറോപ്പ എന്ന പെൺകുട്ടിക്കുണ്ടായ ദുരന്തമാണ് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിൻ്റെ കാരണമായി തീർന്നത്. അപ്പം നോക്കണം, അന്നുണ്ടായിരുന്ന ചിന്തകളൊക്കെ എന്തായിരുന്നു. ഇവിടെയാണ് ക്രിസ്തു സമാധാന പ്രഭുവാണ്. എങ്ങനെയാണ് മനുഷ്യൻ്റെ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂള്, ഈ സൺഡേ സ്കൂളിൻ്റെ മുതിർന്ന പിള്ളേർക്ക് പരീക്ഷ എഴുതുകയാണ്. കൊച്ചു പിള്ളേർക്കോ പറ ചോദ്യം ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ ചോദ്യം ചോദിക്കും. 10 ചോദ്യം 10 മാർക്ക് ജയിച്ചു പോയി. അങ്ങനല്ലേ? ഞങ്ങളുടെ ഒരു കൊച്ചുമുത്തിനെ കൊണ്ടുവന്നു. കൊച്ചുമുത്തിനോട് ടീച്ചർ ചോദിച്ചു, യേശുക്രിസ്തു ലാസറിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഈ കൊച്ചു തിരിച്ച് ചോദിച്ചു, യേശുവോ ലാസറിൻ്റെ വീട്ടിലോ? യേശു ലാസറിൻ്റെ വീട്ടിൽ എന്തോ ചെയ്തു. കുറേ നേരം നോക്കിയിട്ട് കൊച്ചൊറൊക്കെ ഒറ്റ പറഞ്ഞിട്ട് പറഞ്ഞു, എന്തോ ചെയ്തെന്നോ കയറി അങ്ങ് ഇടപെട്ടില്ല ചോദിച്ചു. മാർക്ക് കൊടുക്കണോ വേണ്ട? അത് പറ KCM സാറേ, മാർക്ക് കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണം. സാറ് പറഞ്ഞു കൊടുത്തേക്കാൻ. കയറി അങ്ങ് ഇടപെട്ടെന്ന് പറഞ്ഞു. സത്യത്തിൽ മാർക്ക് കൊടുക്കണ്ടേ? യേശുക്രിസ്തു എന്തോ ചെയ്തത്? പറഞ്ഞു ഇടപെടും. ഇതാണ് എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവ് നോക്കി നിൽക്കത്തില്ല, ഇടപെടുന്നൊരു യേശുവുണ്ട്. കയറി ഇടപെടും. വെറുതെ ഇടപെടുകയല്ല, കയറി അങ്ങ് ഇടപെടും. ഇടപെടുവോ? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ യേശു ഇടപെട്ടിട്ടുണ്ടെന്ന് 1000 നാമോടെ പറയാൻ കഴിയുന്നവർ ഉറക്ക ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ. ആരും ഇടപെടാനില്ലാത്തപ്പോൾ ഇടപെട്ട ഒരു യേശു ഉണ്ടോ? ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, ആരും കാണാനില്ലാഞ്ഞപ്പോൾ, ആരോടും പറയാനില്ലാഞ്ഞപ്പോൾ, അതുകൊണ്ട് തന്നെ ഭക്തൻ പാടുന്നു, ആരും കണ്ടിട്ടും കാണാതെ പോയപ്പോൾ ഇടപെട്ട ഒരു കർത്താവുണ്ടോ? ഉണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ആരിടപെടും? ദൈവം ഇടപെടും. സമാധാനം പോകുന്ന ചില മേഖലകളെ ഒന്ന് പാപമാണ്. 2, മക്കൾ മനുഷ്യൻ്റെ ഇല്ലെങ്കിൽ സമാധാനക്കേടാ. ആണോ? മക്കളുണ്ടല്ലോ, ഉള്ള പറ, മക്കളുണ്ടല്ലോ, അതും സമാധാനക്കേടല്ലേ? മക്കൾ മുഖാന്തരം പലപ്പോഴും എന്തോ പോകും?
സമാധാനം പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? എൻ്റെ പിള്ളേർ അങ്ങനൊന്നും അല്ലെന്നൊന്നും വലിയ ധാർഷ്ട്യമൊന്നും ആരും പറയല്ലേ. എപ്പോഴാണ് ഇതൊക്കെ അടമൻ്റ് ആകുന്ന അറിയാം. നമ്മൾ ചിലപ്പോൾ ഒക്കെ ഈ മിണ്ടാപ്പൂച്ച കലകുടയ്ക്കുമെന്ന് കിട്ടും. സത്യമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു അനുഭവം പറയുകയാണേ, നമ്മൾ ഈ കൊച്ചിലെയൊക്കെ ഈ അടിച്ചു പൊളിച്ച് നടക്കുന്ന പെമ്പിള്ളേരല്ലേ, നമ്മൾ ഓർക്കും എല്ലാവരുമായിട്ട് അത് പ്രേമമാണ്. അതാരെയും പ്രേമിക്കത്തില്ല. ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ അത് ഒതുങ്ങി ചെന്നൊരു നല്ല ഇറക്കനെ കെട്ടി അതങ്ങ് ജീവിക്കും. 5-6 പ്രസവിച്ച് അവളെ നോക്കിയാവും. പക്ഷേ ഈ മിണ്ടാതെ നടക്കുന്ന ചിലതൊക്കെ കയറി എവിടെങ്കിലും ഒട്ടും, പിന്നെ പറയത്തില്ല. ഉയ്യോ, നമ്മളപ്പം ചോദിക്കും ഇതിനെന്തോ പറ്റിയെന്ന്. സത്യമോ? സത്യമല്ലേ? പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തടത്താണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മക്കൾ മനുഷ്യൻ്റെ സമാധാനം. അങ്ങനെ ഒരപ്പനൊരു മോളുണ്ടായിരുന്നു. ആ മോക്ക് പ്രശ്നം ഉണ്ടാകുന്നത് 12 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. ആ കൊച്ചിൻ്റെ പ്രായം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഐറോസിൻ്റെ മോടെ പ്രായം എത്രയായിരുന്നു? വായിച്ചാൽ മതി. മർക്കോസൊക്കെ പറയുന്നുണ്ട്. എത്രയായിരുന്നു അറിയാമോ? 12. എന്തിനാ ഈ വേദപുസ്തകത്തിൽ പ്രായം എഴുതിയേക്കുന്നത്? വേദപുസ്തകത്തിൽ അവിടെ പ്രായം എഴുതേണ്ട കാര്യമില്ല. കൊച്ചു മരിച്ചു, ജീവിച്ചു. ദാസൻ്റെ പ്രായം ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഈ പെങ്കൊച്ചിൻ്റെ പ്രായം എഴുതിയത്? കാരണമുണ്ട്. പെങ്കൊച്ചിൻ്റെ പ്രായം എഴുതാൻ കാര്യം ഈ 12 കഴിയുമ്പോഴാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ അപ്പനാണ് മോളുമായിട്ട് വന്നേക്കുന്നത്. മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിനെ വിളിച്ചുകൊണ്ട് പോയത് ആരാ? അമ്മയാണോ അപ്പനാണോ? അപ്പനാ. അതിന് കാരണമുണ്ട്. അപ്പൻ ആരോടാ ഇഷ്ടം? അപ്പന് പലപ്പോഴും ഇഷ്ടം കൂടുതൽ ആരോടാ? പറ. പൂരപ്പടെ അങ്ങനെ ആണോ? റാന്നീൻ അങ്ങനെ ആണോ? അപ്പൻ്റെ ഉന്നാരമോളാ, എൻ്റെ ഉന്നാരമോളാ പറയത്തില്ല. അമ്മയും പറയും, അപ്പനും മോനും കൂടെ അയ്യാ. അപ്പം അപ്പൻ്റെ പുന്നാര മോക്ക് 12 കഴിഞ്ഞപ്പോൾ പ്രശ്നം തുടങ്ങി. ഈ 12 കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം തുടങ്ങും. 12 കഴിയുമ്പോൾ തുടങ്ങുന്നൊരു പ്രശ്നമാണ് 13 എന്ന് പറയുന്നത്. 13 പറയുന്നത് എന്താ ഇംഗ്ലീഷിൽ? 13, 14, 15, 16, 17. അത് ഭയങ്കര പ്രായമാണ്. ഈ 17 എന്ന് പറയുന്നത് മധുര 17. ഇപ്പം 17 അല്ല, ഇപ്പം 12 തുടങ്ങുന്ന സംഭവമാണ്. പണ്ട് 17 തുടങ്ങിയത്. 17, 18, 19 കഴിഞ്ഞോ പിന്നെ ചാകത്തില്ല ഉടനെ. 19 മുമ്പ് ബൈക്ക് ചത്തുപോയില്ലെങ്കിൽ പിന്നെ അടുത്തിടയ്ക്ക് ചാകത്തില്ല. ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതൊക്കെ 19 മുമ്പാണ്. കുരുക്കപ്പെടുന്നത് 19 മുമ്പാണ്. ഇതൊരു വല്ലാത്ത പ്രായ. ഇന്നലെ വരെ 12 വരെ ഉണ്ടല്ലോ പൈസ വരെ. അമ്മേ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു ചെറുക്കനാണെങ്കിൽ വന്നപ്പോഴുണ്ടല്ലോ അമ്മേ. ഇപ്പം താണ്ട് ഇത് വിളിച്ചാലും വരത്തില്ല, മുറിക്കകത്ത് കയറിയിരിക്കുക. കുളിക്കാൻ കയറിയാലും ഒരു ടാങ്ക് വെള്ളം തീർക്കും. ഒന്നാമത് പറവാ, ഒരു ടാങ്ക് വെള്ളം. ഇടി ഇറങ്ങി, നീ അവിടെ എന്തോ ഉണ്ടാക്കുവാടി, ഇടി ഇങ്ങോട്ട് പാടി. ഇറങ്ങത്തില്ല കുളിമുറിയുന്നത്. സത്യമാണോ? ഒരു ടാങ്ക് വെള്ളമൊക്കെ തീർത്ത് കളയും. പ്രായം ഏതാ? മറ്റേത് കൊച്ചലിയോ എനിക്ക് കുളിക്കണ്ട എന്ന് പറയുന്നത് കയറി ഇന്നാ ഒരു ടാങ്ക് വെള്ളം തീർക്കും. 1.5 മണിക്കൂർ എടുക്കും. ഇതെല്ലാം ഈ ഒരു പ്രായത്തിലാണ്. ഭയങ്കര ഒരു വല്ലാത്ത പ്രായം, മാറ്റം കണ്ട പ്രായമാണ്. ആണുങ്ങളുടെ പിള്ളേരുടെയാണെങ്കിൽ സൗണ്ട് മാറും, പെൺപിള്ളേരുടെ ആണെങ്കിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാകും. ഇവരുടെ ഈ സമയത്താണ് ഇവരെ കൂട്ടുകാർ പിയർ പ്രഷർ ഭയങ്കരമാണ്. പിയർ പ്രഷർ എന്ന് പറയുന്നത് സംഭവം ഭയങ്കരമാണ്. ഒരു മോള് ഒരു കൊച്ചു കുട്ടി നിൽക്കിട്ടുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ അപ്പാപ്പൻ പറഞ്ഞു, മക്കളെ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ നാട്ടുകാരും ഇത് കാണാത്തതുകൊണ്ടേ ഇത് വലിയ പ്രശ്നമാണ്, എല്ലാവരും തിന്നെ നോക്കുക, അതുകൊണ്ട് എൻ്റെ കൊച്ചാ ഇതൊക്കെ മാറ്റിയേക്കാം. അപ്പം കൊച്ചു മാറാൻ പോയപ്പം കൂട്ടുകാരത്തി പറയുന്നത് ഈ അപ്പാപ്പം കേട്ടു, നീ ഒരു കാരണവശാലും മാറരുത്. ഇപ്പം അനുസരിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അനുസരിക്കേണ്ടി വരും. ഇപ്പം നീ ഇയാൾ പറയുന്ന കേട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ ഇയാളെ എന്ത് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് യു ഷുഡ് നോട്ട് ഒബേ ഹിം. അപ്പം എന്ന് പറയുന്ന ഒരു പിയർ പ്രഷർ സാധനമൊക്കെ വരുന്നതും അതവരെ സ്വാധീനിക്കുന്നതൊക്കെ ഈ ഒരു പ്രായത്തിലാണ്. അപ്പൻ്റെ മോക്കേണ്ട പ്രശ്നം ഉണ്ടായി. അപ്പൻ്റെ മോള് മരിച്ചുപോയി. ഇനി അപ്പൻ്റെ മോള് മരിച്ചാൽ അപ്പൻ എങ്ങനെ സഹിക്കും? പക്ഷേ എൻ്റെ കർത്താവ് തിരിച്ചു വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒരു കാര്യം ചെയ്തു. എല്ലാവരെയും എന്താക്കി? പുറത്താക്കി. എനിക്കതിന് താല്പര്യമുണ്ട്. ഇപ്പോൾ പറയാൻ ഒരു കാര്യമുണ്ട്. പെങ്കൊച്ചായി കിടക്കുന്നേ ഈ അണ്ണന്മാർ വന്നിട്ടുണ്ടല്ലോ, ആദ്യം ചെയ്യുന്നത് ഐഫോണിൽ ഫോട്ടോ എടുക്കും. ഈ കൊച്ചു കിടക്കുന്ന ഫോട്ടോ എടുക്കും. ഈ കൊച്ചു ഫോട്ടോ എടുത്ത് കിടന്നാൽ നാളെ കല്യാണം വരും, പറയും ഇന്ന അസുഖമുള്ള കൊച്ചാണ്. പറയോ? എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയാമോ? എൻ്റെ പെൺകുഞ്ഞിൻ്റെ ഒരു കുറവ് ലോകം കാണരുത് നിർബന്ധമുള്ള ഒരാളുണ്ട്. യേശുവാ കേട്ടോ. യേശു ആരുടെ അപമാനം പുറത്തറിയാതെ, പെൺകുഞ്ഞിൻ്റെ അപമാനം ഒരു ഫോട്ടോ ഇന്നത്തെ കാലത്തിൽ പറഞ്ഞാൽ ഫോട്ടോയാ.
വരുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കുന്ന എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, നിൻ്റെ കൈ ഫോട്ടോ കിട്ടാതെ നിൻ്റെ പെൺകുഞ്ഞിനെ രക്ഷിക്കണം നിർബന്ധ ബുദ്ധിയുള്ള ഒരാളുണ്ടെങ്കിൽ ആളുടെ പേര് ഞാൻ രാത്രി പരിചയപ്പെടുത്തും. യേശു നസ്രേന യേശു. യേശു എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, തലീഥ കുമി, ബാലെ എന്ത് ചെയ്യുക, എഴുന്നേക്ക. ബാല എഴുന്നേറ്റ് വന്നു. അല്ലെങ്കിൽ അപ്പൻ്റെ ജീവിതം മുഴുവൻ സങ്കടക്കയത്തിലാകത്തില്ലേ? എന്നും ഈ കുഞ്ഞിനെ നോക്കി അപ്പം കരയത്തില്ലേ? അങ്ങനെ ഇറങ്ങിപ്പോയ മക്കളെ ഓർത്ത് അന്ന് മുതൽ എത്രയോ വർഷങ്ങളായി പുറത്തിറങ്ങാത്ത അപ്പനെ എനിക്കറിയാം. കുഞ്ഞിറങ്ങിപ്പോയതിന് ശേഷം, കുഞ്ഞ് പേരും ഊരും മാറിപ്പോയതിന് ശേഷം പുറത്തിറങ്ങാത്ത അപ്പൻ, ഹല്ലേലൂയ, സങ്കടം സഹിക്കാത്ത അപ്പൻ. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പൻ്റെ മകട വിഷയത്തിൽ ഇടപെട്ട് ഒരു ശബ്ദം പറഞ്ഞു. മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ദൈവശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന ദൈവശബ്ദം, പാറയെ പിളർക്കുന്ന ദൈവശബ്ദം. ആ ദൈവശബ്ദം എന്താണ്? അപ്പൻ്റെ മോക്ക് വേണ്ടി പറഞ്ഞ ദൈവ വചസ്. ഹല്ലേലൂയ, തലീഥ കുമി, ബാല എഴുന്നേക്കുക. അങ്ങനെയെങ്കിൽ ഈ രാത്രി കൂരപ്പുഴ കൺവെൻഷനിൽ ഞാൻ പറയട്ടെ, അപ്പൻ്റെ മകളുടെ മേൽ ഒരു ദൈവവചനത്തിൻ്റെ ശബ്ദം വ്യാപരിക്കും. ആ ശബ്ദത്തിൻ്റെ പേര് തലീഥ കുമി, ബാല എഴുന്നേക്കുക. എല്ലാവരും ഉറക്കെ വാക്കെന്ന് പറഞ്ഞ് തലീഥ കുമി, റിക്കാന ഹന്തന ഷാദാന ഹതുനിയ. ഹല്ലേലൂയ. ഇടപെടുന്ന ഒരു യേശുവുണ്ട്. അപ്പൻ്റെ മകളുടെ പ്രശ്നത്തെ ഇടപെടും. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. രാത്രി യേശു വന്നത് ഹല്ലേലൂയ നോക്കി നിൽക്കാനല്ല, കണ്ടിട്ട് മറ്റുള്ളവരോട് പറയാനല്ല. ഹല്ലേലൂയ, യേശു വന്നത് ഇടപെടാനാണ്. ഇടപെടുന്ന ഒരു യേശു ഉണ്ട്. ഇടപെടുക മാത്രമല്ല, ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം വരുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ യേശു വന്നിട്ടുണ്ട്. എന്തിനാ? അവതാവേ, നിന്റെ മകളുടെ വിഷയത്തിൽ ഇടപെടാൻ. മകളുടെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു യേശു. കരമടിച്ച് എല്ലാവരും അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തോട്ട്. യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കും. യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കും. 2, യേശു കുഞ്ഞുങ്ങളെ രക്ഷിക്കും. മരിച്ചുപോയ കുഞ്ഞിനെ ജീവിപ്പിച്ച ആ ശബ്ദം തലീഥ കുമി, തലീഥ കുമി, തലീഥ കുമി. എത്രയോ എത്രയോ അനുഭവങ്ങൾ എളിയവൻ്റെ മനസ്സിലുണ്ട്. വഴിതിരിഞ്ഞു പോയവർ, ഹല്ലേലൂയ, വല്ലാതെ വിഘടിച്ചു പോയവർ, വല്ലാതെ അകന്നു പോയവർ, വല്ലാതെ അട്ടമൻ്റായി നിന്നവരെയൊക്കെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്ത് അത് മുഴങ്ങട്ടെ. ഭവനങ്ങളിൽ അത് മുഴങ്ങട്ടെ. തലമുറകളെ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ് വാദിച്ച് കുഞ്ഞിനോട് നിൽക്കുന്ന ആ പോരാട്ടത്തെ നോക്കി ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, കൽപ്പിക്കുന്നു, തലീഥ കുമി, റഗനം ശകനം ദിഗനം ഋഗനം. കരങ്ങളെല്ലാം അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. അച്ചരവാനം വൈഡപരന്ധം രേഖരഹക്ഷം ദീകലഗന്ധം രഗജഗരാജം വൈഡപരന്ധം ദേരികരക്ഷം വേദികാരം രഗജം ദിഗനം രഗജം രഗനം ശാനം ബന്ധം ഭേരം. തലീഥ കുമി, തലീഥ കുമി, തലീഥ കുമി, ബാല എഴുന്നേൽക്കുക, ബാല എഴുന്നേൽക്കുക, ബാല എഴുന്നേൽക്കുക, ബാല എഴുന്നേൽക്കുക. ഈ രാത്രിയിൽ, ഈ 3 ദിവസം കൺവെൻഷൻ്റെ സമാപന രാത്രി എളിവൻ വിളിച്ചു പറയുന്നു, ചില കുഞ്ഞുങ്ങളെ വരിഞ്ഞു കെട്ടിയ അവരുടെ മസ്തിഷ്കത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ അനാവശ്യ ചിന്തകൾ കോരിയിട്ട് കുരുക്കിലകപ്പെടുത്തി ഇറക്കിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന ചില വാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തിക്കകത്ത് അഴിഞ്ഞു മാറട്ടെ. ആ ഒരു വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്. എൻ്റെ കർത്താവ് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ഭവനത്തിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ 2-3 ദൈവദാസന്മാരുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു സഹോദരൻ ഇച്ചിരി പ്രവചനപരമൊക്കെ ഉള്ള ഒരാളാണ്. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ അങ്ങ് ഭൂളിഷാക്കും, അന്ധവിശ്വാസികളാക്കും. പക്ഷേ ചില സമയത്ത് ഞാനിതെല്ലാം നേരിട്ട് കാണുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ദൈവദാസന് പെട്ടെന്നങ്ങ് എന്തുവാണ്, ഞങ്ങളുടെ ഒരു ഭാഷ പറഞ്ഞ ആത്മാവിൽ അങ്ങോട്ട് ഉറഞ്ഞങ്ങ് ഒച്ച വെച്ച് ഒരൊറ്റ ആരാധന. പുള്ളിയുടെ ഭയങ്കര രസമല്ല, ആരാധിച്ച് പുള്ളി ഒരു കാര്യം അങ്ങ് പറഞ്ഞു, പിണക്കി, വൈരാഗ്യപ്പെടുത്തി, സ്റ്റെപ്പ് കയറ്റി, മേളത്തെ മുറി കൊണ്ടുപോയി കട്ടിലെ കമത്തി കിടത്തി, കഴിപ്പിക്കാതെ അവിടെ കിടത്തിയിരിക്കുന്ന ദുഷ്ട പിശാചെ ഇറങ്ങി എന്ന് പറയും. 5 മിനിറ്റ് കഴിഞ്ഞില്ല, മേളത്തെ നിലയിരുന്ന പെണ്ണ് വന്ന് യോഗത്തിനിരിക്കുന്നു.
പിന്നെ അവിടുത്തെ അമ്മയുണ്ട് പറഞ്ഞ് പിണങ്ങി ചവിട്ടിക്കുലുക്കി മേളിൽ പോയി കിടക്കുക. പക്ഷേ ഇത് താഴെ ഒറ്റ ആട്ടും മേളിൽ നിന്ന് ഇറങ്ങി താഴെ ചിരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഇതൊന്നും അറിയാത്ത പോലെ അത്രയേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ എൻ്റെ കർത്താവുണ്ടല്ലോ ഒരു ശബ്ദം പറയും, തല്ലിത്ത കുമ്മി ബാല എഴുന്നേക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവശബ്ദം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഭയങ്കര ഒരു അന്ധകാര ശക്തി ചില പെൺകുഞ്ഞുങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ശക്തിക്കെതിരെ ഇന്ന് രാത്രി ദൈവജനം ആരാധിച്ച് ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇത് കണ്ടും കേട്ടും വെറുതെ ഇരിക്കാനല്ല, കഥകൾ നെയ്യാനല്ല, കഥകൾ പറയാനല്ല. ദൈവജനം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവജനം ഒരുമിച്ച് എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവേ നാമത്തെ നിങ്ങൾ പറയുന്നു, സമാന പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? അല്ല, നിങ്ങൾ അറിയുന്ന ഒരു കുടുംബം കടന്നു പോകുന്നുണ്ടോ? ഈ രാത്രി നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം. നിങ്ങൾക്കറിയാവുന്ന വ്യക്തിക്ക് വേണ്ടി, നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ഈ സമയം ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കി നിരാശയിലേക്ക്, ഹല്ലേലൂയ, വല്ലാത്ത സങ്കടത്തിലേക്ക് കൊണ്ടുപോകാൻ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുടെ വാഴ്ചയെ പിന്തുടർന്ന ശക്തിയെ ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ, സുവിശേഷത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി ആ വ്യക്തി കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വതന്ത്രരാക്കി പ്രഖ്യാപിക്കുന്നു. മുഴുവൻ കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തത്തിൽ മറച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് മുഴുവൻ കർത്തദാസന്മാരുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷയ്ക്ക് ഭംഗക്കേട് വരുത്തുവാൻ, ശുശ്രൂഷയ്ക്ക് ഭംഗക്കേട് വരുത്തുവാൻ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്തുവാൻ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുത്തുവാൻ വ്യാപരിച്ച് നിൽക്കുന്ന ദുഷ്ട അരൂപ ശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇടപെടുന്ന ഒരു യേശു ഈ രാത്രി ഇടപെടട്ടെ, 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 ഇടപെടട്ടെ. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം വ്യക്തിവരാ, നിങ്ങളുടെ സഭ വ്യക്തിവരാ. ഈ രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നൊമ്പരവുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ, സഹോദര, സഹോദരി, പിതാവ്, മാതാവേ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിന് വേണ്ടി നൽകപ്പെട്ട ആ നാമം, ഇമ്പമുള്ള നാമം, മധുരമ നാമം, എല്ലാം മുഴങ്കാലും മടങ്ങുന്ന നാമം, ആ നാമത്തിന്റെ പേര് യേശു എന്ന നാമം.